അങ്ങനെ നമ്മളെ കല്യാണത്തിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുവരെ കഴിഞ്ഞ പരിപാടിന്റെ പ്ലാനിങ്ങില് നിങ്ങൾ എല്ലാരും ഉണ്ടായിട്ടുണ്ട്. അപ്പം പ്ലാനിങ്ങിന്റെ തുടക്കം ശരിക്കും എവിടെ നിന്നാ വന്നനെ? പ്ലാനിങ്ങിന്റെ തുടക്കം മാള് വെച്ച്. എന്നാ മാള് പറ, എങ്ങനെയാ ഇതിന്റെ തുടക്കം? നമ്മള് ആദ്യം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് തന്നെയല്ലേ നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ അത് നടക്കാൻ പറ്റാത്ത സാഹചര്യത്തില് നമ്മള് ഫാമിലീസ് എല്ലാരും കൂടിയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മളെ ബിബി നൈറ്റ് ആക്കിയത്. ബിബി നൈറ്റ്, ബ്രൗൺ ബ്ലിസ് നൈറ്റ്. അപ്പൊ അത് നമ്മള് ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട് പേരല്ലോ മഞ്ഞ കല്യാണം, വെള്ള കല്യാണം, അതെല്ലാം ഓൾറെഡി കേട്ട് പരിചയമുള്ള ഇതാണ്. അപ്പൊ നമുക്ക് നമ്മളേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ബിബി നൈറ്റിലേക്ക് മൂവ് ചെയ്തത്. അപ്പൊ അതിന്റെ ആദ്യത്തെ ടാസ്ക് നമ്മളെ ഡ്രസ്. ഇത് ശരിക്കും ബ്രൗൺ ആക്കണം ബ്രൗൺ ആക്കണമെന്ന് ഞാനാണ് ഫസ്റ്റ് സജസ്റ്റ് ചെയ്ത് നമുക്ക് ഇതാക്കിയാലോ. അപ്പൊ ഇതൊരു കോമൺ കളറാണ്, അപ്പൊ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കുമല്ലോ എന്നാണ് നമ്മളെല്ലാരും വിചാരിച്ചത്. പക്ഷെ നമ്മൾ ഷോപ്പ് പോയിട്ട് അത് പരതാൻ തുടങ്ങി കഴിഞ്ഞാൽ മനസ്സിലായത് ഭയങ്കര ടാസ്ക് ആയി. ബ്രൗൺ കളർ നല്ല പണിയെടുത്തിന്. അത്രക്കും രാവിലെ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തലപ്രാന്ത് പിടിക്കുവെന്ന് പറയുന്നില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ. നമുക്ക് എല്ലാവർക്കും മെറ്റീരിയൽ അല്ലേ വേണ്ടേ. അപ്പൊ വെച്ചാൽ ഒരു മെറ്റീരിയൽ ഒരാൾക്ക് എടുക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ 1, 2, 3, 4, 5, 6, 7 ഇതുമല്ല, പിന്നെ ലേഡീസ് വേറെയും ഉണ്ട്. നമ്മുടെ നാളിൽ വരുമ്പോ വലിയ കുഴപ്പമില്ല. മാറിമാർ വരുമ്പോ മോളെ നിങ്ങൾക്ക് വേറെ ഒരു കളർ കിട്ടില്ല, ഈ കളർ എടുത്ത് വേറെ ഏതെങ്കിലും എടുത്താൽ. അത് മാത്രമല്ല അമ്മേന്റെ വീട്ടിലെ ടീംസും ഉണ്ട്, അവര് വേറെ തന്നെ പോയിട്ട് എടുത്തു. അപ്പൊ അവർക്കും അവരേതായിട്ടുള്ള ബുദ്ധിമുട്ടില്ല. അങ്ങനെയല്ലോ സെറ്റ്. കണ്ണൂരിന്റെ ബ്രൗണിന്റെ കിട്ടിയ കണ്ണൂരിന്നാണ് നമുക്ക് കിട്ടിയത്. കല്യാണത്തിനോ നമ്മള് പിന്നെ തലശ്ശേരിയിലേക്ക് പോയത്. കണ്ണൂര് ഫുള്ള് തിരിഞ്ഞ് തലശ്ശേരിയിൽ പോയി. അന്നേരം വലിയാക്ക് കിട്ടിയില്ലല്ലോ. വലിയാക്ക് നമ്മളൊക്കെ എപ്പോ എടുത്തത്. വലിയാക്ക് എടുക്കുമ്പോ അത് എല്ലാരും ഫാമിലി ആയിട്ട് മീറ്റപ്പ് ആവും. അവരുടെ വാർന്ന് കാപ്പിക്കുന്നത് മീറ്റപ്പ് ആയിട്ട് ഫാമിലി മാറി. അതാണ് ഇന്നലെ പോയാലും ഇന്ന് പോയാലും അനഘേനെ അവിടെ കണ്ട് അവർക്ക് എല്ലാവർക്കും ഇവിടെ അറിയാം. അതേ അവസ്ഥ തന്നെ. നമ്മള് ഫാമിലി രാവിലെ ഒരിക്കൽ പോകും, അത് ചെറിയ ഡ്രസ് ഇടി ഒന്ന് എടുത്ത് വെച്ച് ചിലപ്പം വരുന്നതായിരിക്കും. ലാസ്റ്റ് പരത്തി കിട്ടാണ്ട് രാത്രി അടുത്തന്നെ വന്നിട്ട് വാങ്ങി ആ ഏതെല്ലാം ഫ്ലോറിൽ ഏതെല്ലാം ഉണ്ട്, എന്തെല്ലാം വെള്ളം കൊടുക്കും, സ്റ്റാഫ് ഏരിയെല്ലാം നമ്മളെല്ലാം പഠിച്ച്. അപ്പൊ ഫാമിലി വീടിലെ പോലെ നമ്മള് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഈ ബ്രൗൺ പ്ലീസ് നൈറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ നമ്മൾ ആ Q2 റെസ്റ്റോറന്റിന്റെ വാരംകടവില് സെലക്ട് ചെയ്യാൻ കാരണം നമ്മള് കൊറേ സ്ഥലം നോക്കി. ഫസ്റ്റ് ഫിക്സ് ആക്കിയത് മറ്റേ ഇതിലെ എംപയർ അതിന്റെ അടുത്തുമാണ്. പിന്നെ നല്ല രസമുള്ള സ്ഥലമാണ്. പക്ഷെ ആദ്യം നമ്മൾ അത്ര ഔട്ട്ഡോർ ഉള്ള സ്ഥലം വിചാരിച്ചു. നമ്മളൊരു ഇതേപോലെ ഒരു പൂട്ടിയിട്ടൊരു സ്ഥലം നമ്മൾ തപ്പി. അപ്പൊ അത് ഏറ്റവും ബെസ്റ്റേനും അത്. പിന്നെയാണ് ഇത് അതൊരു നല്ല തുറസായ ഒരു ഇത് നല്ലൊരു നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റിയും പിന്നെ ആൾക്കാർക്ക് കുറച്ച് ഇരിക്കാൻ പറ്റിയ സ്ഥലം. പക്ഷെ Q2 റെസ്റ്റോറന്റ് ആദ്യം പേര് പറഞ്ഞ എന്റെ ഫ്രണ്ടാണ്. രവിന് പറഞ്ഞാലാണ് നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഒരു അവിടത്തേക്ക് പോവാന്നുള്ള ഐഡിയ കിട്ടിയത്. എന്നിട്ട് മാളു നന്ദു വന്ന് പോയി നമ്മളതോ ഒരു 5-6 പ്രാവശ്യം പോവുകയും ചെയ്തിനാണ്. നമ്മളെ കൂട്ടിപ്പോയി. പിന്നെ നമ്മളെ പിന്നെ നോക്കാൻ പോയി. ഒരു കേട്ടം വന്നേരം മാത്രം കൂട്ടിട്ട് പോയി. അളവെടുത്ത് വെച്ച് ഇവിടുന്ന് ഇവിടത്തേക്ക് ഇത്ര അളവ്, ഇവിടുന്ന് ഇവിടത്തേക്ക് ഇത്ര അളവ് അളന്നിട്ട്. കാരണം നമ്മൾ 18 ഗേൾസ് ആണല്ലോ ഉള്ളത്. അപ്പൊ എല്ലാവർക്കും നിന്നിട്ട് കളിക്കാൻ ഡാൻസ് കളിക്കാൻ പറ്റിയ ഒരു സ്പേസ് നമ്മൾ ആദ്യം കരുതിയിരിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അളവെല്ലാം എടുത്തിട്ടാണ് 18 ആക്കി നിൽക്കാൻ ഇത്ര ഇതിനുള്ള എൻട്രി ബാക്ക്ഗ്രൗണ്ടിന് പിന്നെ അവിടെ വെക്കുന്ന ഫ്രെയിം ഇല്ലേ, അതവിടെ വെക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണെന്നല്ല അറിയണം. അത് ആദ്യം നോക്കി. മറ്റു ചെരിച്ചിട്ടുള്ള സാധനം ഇല്ലേ ഒരു ഇത്, അതെല്ലാം ആദ്യമേ നമ്മൾ നോക്കി വെച്ചിന്. പിന്നെ നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ 2 ടൈൽസ് ഇതുപോലെ 2 ടൈൽസ് നമ്മൾ വിട്ട് വെച്ചിന്. അതാ കസേരിട്ട് നമ്മൾ അത് ഇവര് നന്ദനയും വന്ദനയും വന്ന് കണ്ടതിന് ശേഷമാണ് നമ്മൾ ശരിക്കും അതല്ലേനും സെന്റർ വിചാരിച്ചേ. അവിടെയും നമ്മളെ വിചാരിച്ചേ. പക്ഷെ അവിടെ വരുമ്പോ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആണ് വരില്ല. നമ്മുടെ ചൈനാന്ന് ബാക്ക്ഗ്രൗണ്ട് എല്ലാം ആക്കാണ്. പിന്നെ നമുക്ക് ഐഡിയ വന്ന് 2 തൂണിന്റെ നടുക്ക് വെക്കാം. ആ ഡെക്കറേഷൻ ചെയ്യുന്നതല്ല നമ്മൾ തന്നെയല്ലേ ചെയ്തത്. അത് നിങ്ങൾ എങ്ങനെയാ ചെയ്തത്? അത് ഇതിനു മുന്നേ നമ്മൾ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് കണ്ടുപിടിച്ചത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ പേരൊക്കെ ഇട്ടത് ബ്രൗൺ പീസ്. കൊറേ സജഷൻ വന്നിട്ട് ലാസ്റ്റ് ബ്രൗൺ പീസ് പരിപാടിയില്ല. ബിബി നൈറ്റ് കേൾക്കാൻ പിന്നെ ബ്രൗൺ അല്ല ബ്രൗൺ പീസ് നമ്മളെ ചുരുക്കി മറ്റേ ബിഗ് ബോസ് പോലെ ബിബി നന്ദു വന്നു. നിങ്ങൾക്ക് ശംഖു പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആക്കിയത് അത് നമ്മള് റെന്റിന് എടുത്തിട്ട് വന്നിട്ട് അതിന് ഓരോന്നിനും ഇങ്ങനെ ഫിക്സ് ആക്കിയിട്ട് ഇങ്ങനെ അതിന്റെ ഷീറ്റ് അല്ല അതിന്റെ രാവിലെ നമ്മള് പോയിട്ട് മറ്റേ സാധനം ഇടല്ലേ മറ്റേ കേബിൾ ടൈറ്റ് എല്ലാത്തിനും
അനഘയെല്ലാം വരുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാരും അവിടുന്ന് എല്ലാം സെറ്റ് ആക്കിയിട്ട് പിന്നെ ആക്കിയിരുന്നേരം രാവിലെ അതായത് ഇതിന്റെ മെയിൻ കണ്ട് പിടിച്ചാല് നമ്മളെ രോഷിത്താണ് മാമന്റെ മോൻ. അവന് അതിന്റെ ബാക്കിലൊരു കഥയുണ്ട്. ആദ്യം നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കാൻ വെച്ച വേറൊരു സാധനം, അതും നമ്മളെ ക്രിയേറ്റിവിറ്റിയിലാക്കാൻ നിന്നതേനും. ഈ ബ്ലാക്ക് സാധനം ഇതേപോലെ ഇതിന്റെ ഒരു മുകളില് നമ്മളൊരു എന്താ പറയാ ഒരു ടൈല് അത് മറ്റേ നമ്മൾ ഈ വീടെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, പറയാൻ കിട്ടും. അത് വെച്ച് ഒട്ടിച്ചൊട്ടിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് നമ്മക്ക് തന്നെ സെറ്റ് ആക്കാന്ന് പറഞ്ഞു നിന്നതാ. പിന്നെ നമ്മുടെ ഈ ഡ്രസ്സിന്റെ ഡാൻസിന്റെ റിസപ്ഷന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൂടി സെറ്റ് ആവാത്തോണ്ട് അതിനെ നൈസായിട്ട് ഒഴിവാക്കിട്ട് റെന്റിന്റെ സാധനം ഏകദേശം ഒരാഴ്ച മുന്നിട്ട് നമ്മൾ അതിലേക്ക് മാറിയത്. അത് രോഷിത്തുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട്. പിന്നെ എല്ലാരും ബ്രൗൺ ഡ്രസ് ഇട്ടോണ്ട് ബ്രൗൺ ബാക്കിൽ ഗോൾഡൻ ആക്കി കഴിഞ്ഞാൽ രസം ഉണ്ടാവും. ചേച്ചിയുടെ പച്ച ഡ്രസ് ആയതുകൊണ്ടാണ് നമ്മൾ അത് എടുത്തത്. അത് ആക്ച്വലി ബാക്ക്ഗ്രൗണ്ട് നല്ല എടുത്ത് കാണിക്കുന്നത്. നമ്മൾ ആ ടൈം നമുക്ക് ചെറുതായിട്ട് അത് കാറ്റ് പക്ഷെ അത് അങ്ങനെയല്ല പിടിച്ചിട്ട് നമ്മളെ പറ്റുന്ന രീതിയിൽ നമ്മളത് നല്ല കിടിലം പോലെ ആക്കി. ആക്ച്വലി അടിപൊളിയായിരുന്നു. ഞാൻ ഒട്ടും അറിഞ്ഞിട്ടില്ല. നമ്മള് പറയുകയും ഇങ്ങനെ പറഞ്ഞിനി തോന്നല്ലോ. അവിടുത്തെ പരിപാടിന്റെ സമയത്തല്ലേ അറിയില്ല, അതിന് മുന്നേ നിങ്ങൾ ചെയ്തിട്ടുള്ളത് അറിയില്ല. നമ്മള് രാവിലെ ഒരു 2-3 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് അതൊക്കെ സെറ്റ് ആക്കിയത്. നമ്മുടെ ടീമായിട്ട് കൊറേ ആൾക്കാരാണ്, വൈശാഖേട്ടൻ, സ്വേരേച്ചി, രബിനേട്ടൻ. പാട്ട് എല്ലാം സെറ്റ് ആക്കി. നമ്മള് മെയിനായിട്ട് നമുക്ക് ഡാൻസ് ചെയ്യണം. ബ്രൗൺ പ്ലേസിന് ഡാൻസ് കളിക്കുന്നതിന് മെയിൻ. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ പാട്ട് സെറ്റ് ആക്കണല്ലോ. അപ്പൊ പാട്ട് നമ്മള് തലേന്നാണ് ഫുള്ള് സെറ്റ് ആക്കി. നമ്മള് രണ്ടാളും ഇടിയിരുന്നിട്ട് പാട്ട് സെറ്റ് ആക്കി. ശരിക്കും എല്ലാ വർക്കും അതേപോലെ നമ്മൾ ഡിവൈഡ് ചെയ്തത്. കാരണം ഇത് ഈ ഒരു ഡെക്കറേഷൻ കാര്യത്തില് കൂടുതൽ ഇൻവോൾവ്, അതായത് ഞാനും നന്ദനും അതിന്. അപ്പൊ നമുക്ക് മൂന്നാക്കാണല്ലോ കുറെ അതിനെ കുറിച്ച് അറിയാം. അപ്പൊ നമ്മൾ മൂന്നാൾ ആ ഏരിയയിലേക്ക് പോയി. പിന്നെ ബാക്കി ഇവർ രണ്ടാൾക്കും വേണ്ടിയിട്ട് നമ്മൾ അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ബാക്കി പാട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ വരുന്ന ആ സമയം നോക്കിട്ട് ഇവരത് സെറ്റ് ആക്കി. അപ്പൊ നിങ്ങൾ ഈ സോങ്ങിന്റെ അറേഞ്ച്മെന്റ് ഫുള്ള് ചെയ്തത് ചെയ്യേണ്ടത് ഏട്ടന്റെ എൻട്രി സോങ് ഡൗൺലോഡ് റേഞ്ച് ഇല്ലല്ലോ, അപ്പൊ സ്റ്റാർട്ട് ആക്കാൻ കഴിയില്ല. പിന്നെ നിങ്ങളെ പാട്ടിൽ ഇവർ ഓൾറെഡി ഫോണിൽ ഡൗൺലോഡ് ആക്കി വെച്ചു. പാട്ട് ഫുൾ ഇവരെ നമ്മള് ശരിക്കും അത് ആദ്യമേ സെറ്റ് ആക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ ഗെയിമില്ലേ ഒരു 10-20 എഴുതി വെച്ച് നമ്മൾ പ്ലാൻ ചെയ്തതിന്റെ ഏകദേശം 50% അവിടെ നമുക്ക്. പക്ഷെ നമ്മള് പ്ലാൻ ചെയ്ത് വെച്ച് നോക്കുമ്പോ നമ്മളെ പുറത്തുനിന്നുള്ളവർക്ക് അത് ഭയങ്കരമായിരിക്കും. പക്ഷെ നമ്മളന്ന് രാവിലെ പോയിട്ട് നമ്മളൊരു കാർഡിൽ ഓരോ നമ്പർ എഴുതിയിട്ട് ഒരു 5 സീറ്റിന്റെ ബേക്കിൽ ഒട്ടിച്ച് വെച്ചു. നമ്മൾ അവരെ കൊണ്ട് എഴുതിപ്പിച്ച് അവർക്ക് ടാസ്ക് എല്ലാം എഴുതി വെച്ചു. പക്ഷെ അത് കളിക്കാൻ കുറെ ടാസ്ക് നമുക്ക് ആ ദിവസം മിസ്. നിങ്ങളെ കൊണ്ട് സാരി ഉടുപ്പിക്കുന്നുണ്ട്. അത് ഏട്ടൻ ഏച്ചിക്ക് സാരി ഉടുപ്പിച്ചു കൊടുക്കും. സാരിയെല്ലാം എടുത്തു വെച്ച് സാരി അങ്ങനത്തെ കുറെ ഗെയിം അങ്ങനത്തെ സെറ്റ് ആണ്. ഷൈനി ടൈം പിന്നെ ട്രിപ്പിന്റെ സമയത്ത് നാളെ നമ്മൾ എന്തായാലും നമ്മള് ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യണം. അനക്കൊന്ന് ഗെയിമിന്റേത് ബാക്കിയെല്ലാം സെറ്റ് ആക്കിയ സേതേച്ചി. പക്ഷെ ഞാൻ സേതേച്ചി ഒരു വീട്ടിലായിട്ട് നമ്മൾ ആദ്യമേ പ്ലാൻ എക്സാമിന് തന്നിട്ട് നമ്മൾ സേതേച്ചി വിളിച്ചിട്ട് എഴുതാലോ. ഞാൻ പറഞ്ഞു ഇപ്പം വേണം വാ. ഇന്നലെ റിസൾട്ട് വന്ന മാത്സിന്റെ തലേണ വരുന്നു. ഞാൻ ഇരുന്ന് എഴുതിയത് ഞാൻ വെച്ചും കൂടി ഗെയിമിന്റെ. അപ്പൊ എല്ലാരും അവരവരെ പ്ലാനിങ് ആ ഒരു ടൈം കൊറേ കാലം മുന്നേ ആക്കി വെച്ചാ ഏട്ടനോട് അതിനെ പറഞ്ഞ് സെറ്റ് ആക്കി. ശരിക്കും നമ്മളെ വർക്ക് എല്ലാരും ഡിവൈഡ് ചെയ്ത് ചെയ്തത് കൊണ്ട് എല്ലാരും ഓക്കെ. ഇനി നിങ്ങൾ പറയുന്നത് എന്നും ഇതിനകത്ത് ബാക്കിയുള്ളത് എന്നുണ്ട്. നമ്മൾ വിചാരിച്ചാൽ 50% മാത്രമായിട്ട് നമുക്ക് ആ സമയം ഇറങ്ങും. പക്ഷെ ആ 50% സംഭവം അടിപൊളി. നമുക്ക് ഭയങ്കര നമ്മള് ഹാപ്പി ആയിരിക്കും. ഫുള്ള് കുറച്ച് മുന്നേ നമ്മള് കൊറേ കൊറേ ഉറക്ക് നമ്മളെ പോയി. ക്ലാസ്സിലെത്തി കഴിഞ്ഞാൽ നമ്മള് ഓരോ പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളെന്താ ഇങ്ങനെ എന്തോ പോലെ നിങ്ങളെന്താ ഒരുമാതിരി ക്ലാസ് തുടങ്ങിയിട്ട് പുറത്ത് ചായ കുടിക്കാൻ പറ്റും. പിന്നെ തിരിഞ്ഞു ബോസേട്ടന്റെ കല്യാണം എല്ലാം മനസ്സിലായി. കേക്ക് അതെന്നാ അവള് പറഞ്ഞ എക്സാക്ട് സാധനം എന്റെ അമ്മ അത് നല്ല സൂപ്പർ ടേസ്റ്റ്. നമ്മളെല്ലാം എൻകർ ചെയ്യുന്നുണ്ടായി. നമ്മള് കേക്ക് വാങ്ങാൻ വേണ്ടി കാണുന്നില്ല.
സംഭവം നല്ല ടേസ്റ്റ് ഉള്ള കേക്ക്. നമ്മൾ അതേപോലത്തെ ഒരു കേക്ക് ആ ഒരു ക്വാളിറ്റി ശരിക്കും ഫീൽ ചെയ്യുന്ന കേക്കാണ്. അതുകൊണ്ടാണ് റിസപ്ഷനും മറ്റേ നമ്മളെ അടുത്ത പരിപാടി. പിന്നെ വേറൊരു കാര്യം നമ്മുടെ ഡാൻസ് ആണ്. നമ്മുടെ ഡാൻസിന്റെ ഇപ്പൊ നമ്മളെല്ലാം വെച്ചാൽ പ്രൊഫഷണൽ ഡാൻസേഴ്സ് ഒന്നുമില്ല, പക്ഷെ അതിന് വേണ്ടിട്ട് നമ്മൾ കുറച്ച് ശരിക്കും നമ്മള് 2 മാസം മുമ്പേ നമ്മളെല്ലാരും കൂടി കഷ്ടപ്പെട്ട് അത്ര ടൈം നമുക്ക് ആർക്കും ഒരുമിച്ച് വരാൻ അത് നമ്മള് കുറെ മുന്നേ പഠിച്ചു വെച്ച്. പക്ഷെ അത് കീപ്പ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കണ്ടേ. പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് സമയം പക്ഷെ കിട്ടിയിട്ടില്ല. നിങ്ങൾ അത് നല്ല പക്ഷെ അനഗേച്ച് നമ്മളൊരു ഇല്ലാണ്ടും ഒരൊറ്റ ദിവസം ഒരു മണിക്കൂർ അങ്ങനെ അനഗേച്ചിട്ട് ഒരു മാസം മുമ്പിട്ടാച്ചല്ലേ കുറെ മുന്നേ പഠിച്ചത്. എന്നിട്ടും അനഗേച്ച് നമ്മളപ്പോ അത്രക്ക് എനർജി ലെവലിലും ഫുള്ള് നമ്മളൊപ്പം അതേപോലെ കളിച്ചിരിക്കും. അതാ ഫുൾ സെന്റർ ഓഫ് അട്രാക്ഷൻ. നമ്മള് പഠിപ്പിച്ചു ഏറ്റവും നല്ല സ്റ്റുഡന്റ് സംഭവം മ്യൂസിക്കിന് മുമ്പിട്ട് കോൺഫിഡൻസ് കളിച്ച്. പക്ഷെ അത് ഒരു സ്റ്റെപ്പ് തെറ്റി കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അത്രക്കും സ്റ്റേജ് കയറിയിട്ട് പിന്നെ എന്നാ ചെയ്യേണ്ടതില്ല. ശരിക്കും നിങ്ങൾ ഒരു കോൺഫിഡൻസ് തന്നുകൊണ്ടാണ് അനക്ക് അവിടെ അത്ര അടിപൊളി കഴിക്കുക. വന്ന ദിവസമുള്ള പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാരും തന്ന എനർജി എന്താണോ അതാണ് അവിടെ കണ്ടത്. അല്ലാണ്ട് അതിനകത്ത് അന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിനകത്ത് ഒരു 10% ഉണ്ടാവും. കളിക്കുന്ന സമയത്ത് ശരിക്കും ഇതുവരെ ഒപ്പന കളിക്കടാ നിങ്ങൾ കളിച്ചത് ഇതുവരെ പെർഫെക്റ്റ് ആയിട്ട് കുറച്ചുകൂടെ കളിച്ചിന്. പക്ഷെ ബാക്കി എല്ലാത്തിനും അനഗേച്ച് സ്കോർ ആക്ച്വലി എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ ഒരു പ്രശ്നം നിങ്ങൾ എവിടെയോ പോകും ഒരിക്കൽ കളിച്ചു പക്ഷെ ഫോർട്ടിൽ ഇവര് ലേറ്റ് ആയിട്ട് വന്നോണ്ടാ. ശരിക്കും നമ്മൾ ആദ്യമേ നേരത്തെ വരാൻ വേണ്ടി പറഞ്ഞു. ലേറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് കുറെ ഫോട്ടോസ് നമ്മളൊരു ഡ്രീം ഫോട്ടോസ് പറയല്ലേ. അല്ല ആടുന്ന് എടുത്ത ഫോട്ടോ ഫുള്ള് നമ്മുടെ ഡ്രീം ഫോട്ടോ. നമ്മളെല്ലാരും പിള്ളേഴ്സിന്റെ ഫുൾ ഒപ്പരുള്ള നല്ലൊരു ഫോട്ടോ ഇല്ല. അതെല്ലാം കാണുമ്പോൾ ശരിക്കും ഒരു മെമ്മറി. ശ്രീദേജ് ഉണ്ടായോണ്ട് നമുക്ക് എല്ലാവരും ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല കിട്ടില്ല പോലെ കിട്ടിയത്. നമ്മുടെ ജനറേഷൻ ആയിട്ട് നമുക്ക് എങ്ങനത്തെ പിക്കാ വേണ്ടത് ആദ്യമായിട്ട് അതിന് കുറച്ച് നെഗറ്റീവ് എനിക്ക് പോകണോന്നല്ല അന്ന് പറഞ്ഞിട്ടില്ല. ശരിക്കും എന്റെ പ്ലാനില് നിങ്ങൾ ഉണ്ടാക്കി ബ്രൈറ്റ് ടു ബി നിങ്ങൾ ഇത് ഗ്രൂം ടു ബി എന്റെ മൈൻഡിൽ ഇല്ല. നിങ്ങൾ ഈ കാര്യം എന്നോട് ഇവിടെ വന്നേരം പറഞ്ഞതാണ് എന്റെ മൈൻഡിലുള്ളത്. നമ്മളൊരു ഇതൊന്നും വേണ്ട പുതിയത് വാങ്ങണം. പുതിയ വാങ്ങണം. അപ്പൊ കുറച്ചിത് പിന്നെ നമ്മള് അതായത് അതുകൊണ്ട് പോയോണ്ട് കുറെ ഫോട്ടോ കിട്ടി. ശരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും അടിപൊളിയായിരുന്നു ഗ്രൂം ടു ബി. ഫസ്റ്റ് എത്തിയ ആ ഒരു ടൈം നമുക്ക് റീല് നല്ല വീഡിയോ. പക്ഷെ അന്ന് ഫുൾ രാവിലെ എണീച്ചപ്പാണ്ട് ഫുൾ നെഗറ്റീവ് മഴ റെഡ് അലേർട്ട്. നമ്മള് ശരിക്കും ബീച്ചിൽ പോകാനല്ല വിചാരിച്ചത്. സേതേച്ചിയാ പറഞ്ഞത് റെഡ് അലേർട്ട് ആണ് അതുകൊണ്ട് ബീച്ചിൽ പോകാൻ കോട്ടയിലേക്ക്. പക്ഷെ കോട്ടയിൽ എത്തിച്ച് നമുക്ക് നല്ല നമ്മുടെ മുകളിൽ ഒരു മഴ പോലും ലാസ്റ്റ് വരാനാവുമ്പോ ചെറിയത് സേതേച്ചിക്ക് അങ്ങനെ വരാനും പറ്റിയിട്ടില്ല. പക്ഷെ അത് കിട്ടില്ല. നമ്മള് വിചാരിച്ചതിനേക്കാളും കൂടുതൽ നമുക്ക് അവിടെ നിന്ന് സത്യം നമ്മൾ പോകുന്നതിന് മുമ്പിട്ട് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തതിനാട്ട് കുറെ റീലും കിട്ടി. നല്ല പിന്നെ പിള്ളേഴ്സ് എല്ലാവരും ഉള്ളതുകൊണ്ട് ആ ഫ്രെയിം പിണറായിലുള്ള നമ്മുടെ പിള്ളേഴ്സും ഇല്ലേ അതാണ് നമ്മളെ മെയിൻ. പെൺറൈറ്റിംഗ്സ് ആയിട്ട് നല്ല കമ്പനി എല്ലാവരും കൂടി വൈബായിട്ട് ഫുൾഫിൽ ആയത് അവരും കൂടി നമ്മളെ മാത്രമുള്ള കല്യാണം വൈബ് ശരിക്കും വളർന്നിട്ടില്ല. കാരണം നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉള്ളതാണ്. എന്തെങ്കിലും ചെറിയൊരു കാര്യം വരുമ്പോ തന്നെ എല്ലാരും ഒപ്പരും ഉണ്ടാകും. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ അങ്ങനെ പക്ഷെ പെൺറൈറ്റിംഗ്സും കൂടി വന്നേരാ കല്യാണം ആയി അവരെല്ലാരും ഒപ്പരും ഉണ്ടാവില്ലല്ലോ. പിന്നെ ശരിക്കും ശ്രീദേജ് ഇല്ലെങ്കിൽ കുറച്ച് ന്യൂജ ടൈപ്പ് ആൾക്കാർ എടുക്കുന്ന പോലത്തെ ടൈപ്പ് അല്ലല്ലോ വീഡിയോസ്. ശരിക്കും ഒരു കൊല്ലം ഇടാനുള്ള വീഡിയോസ് ബാക്കിയുണ്ട്. ശരിക്കും ഏട്ടന്റെ കല്യാണല്ലേ നിങ്ങളുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത്? അതിനൊപ്പം നമ്മളോട് പറയും വ്ലോഗ് എടുക്കുക അപ്പൊ നമ്മളെ അപ്പൊ ഒരു കേട്ട ഫോൺ കയ്യിൽ കയ്യിൽ നമ്മളെ ഇവരെ മറ്റേ സേവ് ദ ഡേറ്റ് എടുക്കുമ്പോൾ നമ്മള് പോസ്റ്റ് ഇങ്ങനെ കയ്യിലുണ്ട് വെറുതെ ഇങ്ങനെ എടുക്കുന്നത് വെറുതെ അന്നേരം എടുത്തതാ. പിന്നെ അതൊരു ട്രെൻഡായി. ഇങ്ങനെ സ്റ്റാർട്ടിങ് എടുക്കണ ഇങ്ങനെ സംഭവം നമ്മളിങ്ങനെ സ്റ്റാർട്ടാക്കി ഇങ്ങനെ വെക്കുന്നതാണ് അത്. അല്ലാണ്ട് അതൊരു ഫാഷൻ അല്ല. പിന്നെ പറയും സ്റ്റാർട്ടാക്കിട്ട് ഇങ്ങനെ വെച്ചപ്പോഴും ഇങ്ങനെ പറയലായി. ഫസ്റ്റ് അതാ വീഡിയോ. പിന്നെ അതൊരു പാഷനാക്കി അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അത് കണ്ടി നമ്മൾ അന്നേരം തന്നെ ഇപ്പൊ ഏട്ടൻ അത് എഡിറ്റ് ചെയ്ത് നമുക്ക് അയച്ചിരുന്നോണ്ട് അന്നേരം തന്നെ ഇപ്പൊ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അത്ര ക്ലിക്ക് ആവില്ല. ഇപ്പൊ വരാൻ കഴിയാത്ത ആൾക്കാർ ഇപ്പൊ ഏട്ടന്റെ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാരും ഫ്രണ്ട്സിനെ ചിലപ്പോ കാണുമ്പോ ഇത് രാഹുലല്ലേ ഇത് അനന്യല്ലേ അത് കാണുന്നോണ്ടാണ്.
വരൂല. അന്നേരം ഇട്ടിട്ടോ വ്യൂസ് നമ്മൾ നോക്കിയില്ല. അതാ ഞാനൊക്കെ ഇട്ട് പിറ്റേന്ന് നോക്കും 20K 30K 100K ഇത്ര ക്ലിക്ക് നമ്മളിപ്പോ ഡാൻസ് ഇട്ടാ ഒരു 100 വട്ടം റിഫ്രഷ് ആക്കി ലൈക്ക് ഷെയർ നോക്കിക്കും. ഇതൊന്നും നോക്കാൻ ഇതെല്ലാം നമ്മൾ ഇട്ടത് നമ്മളെ പിള്ളേഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണ്. എല്ലാം ഉണ്ട്. പിള്ളേഴ്സിന് കുറെ ഫോളോവേഴ്സ് വന്ന് കുറെ ഇപ്പൊ കോളേജിൽ നമ്മളെ ആ പേര് പറയുന്ന പോലെ അവർക്ക് അത് ഇങ്ങോട്ടേക്ക് വരും. പിള്ളേഴ്സ് അല്ലേ, ബോസേട്ടനല്ലേ, ബ്രൗൺ ഡ്രസ് ശരിക്കും ബീബി നെറ്റുള്ള ഒരു പേര് നമ്മളെ കൊണ്ടുവന്നിട്ട് വേറെ ആള് പറയുമ്പോ നമുക്ക് നമ്മളുടെ പേര് ബോസേട്ടൻ, അത് വേറെ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ ബോസേട്ടനല്ലേ വണ്ടി. അപ്പൊ ഞാൻ നമ്മുടെ അപ്പൊ നമ്മുടെ വീഡിയോസ് നല്ല ഏട്ടൻ വരുന്നുണ്ട്, അവരറിയുന്നത് അത്. അപ്പൊ നമുക്ക് കേൾക്കുമ്പോ ഒറ്റയോട് പറഞ്ഞത്തിന് നമുക്ക് അങ്ങനെ പറയാം. പിന്നെ വേറൊരു കാര്യം, നമ്മള് ഡാൻസ് എല്ലാം കളിക്കുമ്പോ എപ്പോ ഒപ്പന ബാല് പോലെ ഏറ്റവും നല്ലൊരു സപ്പോർട്ടർ അത് എന്നെ കണ്ട് നിൽക്കും. ഭയങ്കര സപ്പോർട്ടാണ്. സാധാരണ ഒരു ഇപ്പൊ പെമ്പിള്ളാറിൽ ഇങ്ങനെ കളിക്കുന്ന നമ്മൾ ബോയ്സ് ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മളെല്ലാ ഗേൾസിന്റെയും കാര്യം അറിയാം. അതായത് എന്തെങ്കിലും ഡ്രസ് എടുക്കാൻ പോയി ഓൻ നല്ല എപ്പോ നമ്മുടെ ഇത്ര നല്ല രസമുണ്ട്, ഈ ഡ്രസ് നല്ല ഉണ്ടല്ലോ ഇട്ടിട്ട് അങ്ങനെ. പിന്നെ ഡാൻസ് എപ്പോ ഉണ്ടാവും പകുതി ബ്രൗൺ ബ്ലിസിന്റെ വീഡിയോയിൽ നോക്കി അത് ഉണ്ണി അവിടുത്തെ സൈഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബോറടി ഇല്ലാട്ടോ കണ്ടു. എല്ലാ പാട്ടും നമ്മൾ കളിക്കുന്ന എല്ലാ പാട്ടിന്റെ വരികയാണ്. പിന്നെ ഇവര് സ്റ്റെപ്പ് അറിയായിട്ട് ഇവൻ നമ്മളെപ്പോഴും കളിച്ചിട്ടില്ല. അതിനകത്ത് ആരോ കമന്റ് പറഞ്ഞാല് ഉണ്ണിയാന്ന് ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അന്ന് നമുക്ക് ഓർമ്മയില്ല, നമ്മൾ പഠിച്ചൊരു സാധനം എന്താ ഓർമ്മയില്ല. അപ്പൊ നമുക്ക് കാണിച്ചു തന്നെ ഇങ്ങനെ ആക്കിയിട്ടുള്ളതല്ലേ നമ്മളെല്ലാ കാര്യങ്ങളും അമ്പാടി കളിച്ച ഡാൻസ് ആ ഡാൻസിൽ ഏറ്റവും ഇമോഷണൽ കാണുമ്പോ ഒരു വാവും തോന്നുന്ന സാധനം അദ്ദേഹം. അതെന്തായാലും ഒന്നും കൂടി. പിന്നെ അമ്മമാരെ കളിച്ചത് നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും എനർജി പാക്കാ. പക്ഷെ ചില ടൈമോളൊരു ഡാൻസ് ഉണ്ട് പക്ഷെ ഇങ്ങനെ കുറ്റം പറയുന്നില്ല. പക്ഷെ നമ്മളൊരു പേടിപ്പിക്കും ഇങ്ങനെ വരട്ടിയിട്ട്. അന്നേരം എനർജി ഫുൾ കളിച്ച ഡാൻസ് അടിപൊളി. ചോദിച്ചു ഈ കുട്ടി ഡാൻസ് പഠിക്കുന്നുണ്ട്, നമ്മളെല്ലാരും കളിക്കുന്നതിന് തിരികേറ്റ് വിട്ട് അവള് നല്ലോണം കളിക്കും. നമ്മുടെ ദേശത്ത് പറഞ്ഞോളൂ അതുപോലെ കളിക്കല്ലേ അതറിയാം. അവള് അനങ്ങാണ്ട് കളിക്കുന്ന നമ്മളൊരു തല എനർജി കളിക്കുന്നത് അപ്പൊ ഒക്കെ നല്ല എനർജി വരും. അല്ലെങ്കിൽ അവളെ ഇങ്ങനെ കളിക്കുക ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് കളിക്കുന്നത് ഭയങ്കര അടിപൊളി. നമ്മളെ കാരണം നമ്മളെ കണ്ട് ഏറ്റവും ചെറുതവള്. പക്ഷെ എല്ലാവരും കളിച്ചെത്തുന്നുണ്ട് പഠിക്കുക ഫസ്റ്റ്. നമുക്ക് ഇത്ര വലിയ ഏച്ചുമാർക്ക് ഓള് പഠിപ്പിച്ചു തരും. അപ്പൊ അതൊരു കഴിവല്ല. കാണുന്ന പോലെയല്ല, പെണ്ണ് സൂപ്പർ ഇല്ലാടിയാ. പിന്നെ ബ്രൗൺ ബ്ലിസിന് മാമിയും മാമന്മാരും കളിച്ച കപ്പയിൽ അവരെ എത്ര വിളിച്ചിട്ടാ ആദ്യം ഭയങ്കര ഭാഷയില്ലേ അവര് പഠിപ്പിച്ചു തന്ന സമയത്ത് അതുപോലെ കളിച്ചിരിക്കാം. സാധാരണ നമ്മളെ കൂട്ടത്തിൽ ലേഡീസിന് കുറച്ച് മടിയുള്ള ടൈപ്പാണ്. അച്ഛൻ പാപ്പു അവരെല്ലാം കുറച്ച് മാമിമാരെ കുറച്ച് എനർജി കുറവാണ്. വിളിച്ചിട്ടുള്ളൂ അപ്പൊക്കെ എല്ലാരും ഓടി വന്നു സ്റ്റേജിലേക്ക്. അതായത് വീട്ടിൽ നമ്മൾ പഠിപ്പിക്കുമ്പോ ഭയങ്കര ഇപ്പൊ നമ്മുടെ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഇവർ ആടുന്നിങ്ങനെ കളിക്കാൻ നമ്മുടെ ഉള്ളിൽ വിളിച്ചപ്പാട് നമ്മുടെ വീഡിയോസ് കാണിച്ചിട്ട് ഇതെന്നാ 3 മാമന്മാര് ത്രിപിൾസ് അമ്മമ്മക്ക് വെള്ളിയാഴ്ചത്തെ പരിപാടി നല്ല പരിപാടിയല്ലേ. കുട്ടികൾ ഡാൻസ് എല്ലാ പരിപാടിയും കാണാൻ എന്തൊരു രസമുണ്ട്. ഇവരെ ഡ്രസ്സെല്ലാം വാങ്ങിയ ഡ്രസ്സ് ഒന്നാമത് കാപ്പി വേണമെന്ന് പറഞ്ഞ എല്ലാരും കാപ്പി ഒരേപോലത്തെ കാപ്പിയൊന്നും അല്ല, പലതിനും കളറുണ്ട്. നോക്കുമ്പോഴത്തേക്ക് ആൾക്കൂട്ടത്ത് കൂടുമ്പോ എല്ലാം ഒരുപോലെ തോന്നൂല. എല്ലാവർക്കും കാപ്പി കിട്ടിയോ? എല്ലാവർക്കും കിട്ടി. നമ്മളെ ഇതിൽ എല്ലാവർക്കും കാപ്പി കിട്ടി. നമ്മളെ കുടുംബത്തിൽ അമ്മമ്മയും ബ്രൗണാ കിട്ടത്. പിണറായിലെ അമ്മമ്മ ബാക്കിയുള്ള അമ്മമാരും എല്ലാം ബ്രൗൺ പിന്നെ കരിയാട്ടുള്ള അമ്മമ്മ. പക്ഷെ കരിയാട്ടുള്ള അമ്മമ്മക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അമ്മമ്മ വന്നിട്ടില്ല. അതുകൊണ്ട് അമ്മമ്മക്ക് വല്ലാത്ത സങ്കടമുണ്ട് വരാൻ കഴിയാത്തോണ്ട്. നമ്മളെ കൂട്ടത്തിൽ കൂടാൻ അമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കൂടാൻ പറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്കെല്ലാം എടുത്ത ഡ്രസ് കിട്ടി എൻഡിമാർക്കല്ലോ നിത്യമാവിനി അത് കോമഡി അതൊക്കെ കൊറേ തന്നെ കൊറേ എല്ലാരും നോക്കി. ഇതിൽ അനക്കും അമ്മക്കും കിട്ടാണ്ടല്ലേ.
ഭയ അമ്മക്ക് കിട്ടി എനക്ക് കിട്ടുന്നേ ഇല്ല. ലാസ്റ്റ് നമ്മളെ എന്തായാലും അത് എടുക്കണ്ടേ അപ്പൊ ലുലു പോയിട്ട് ഡ്രസ് ആയിട്ട് മതി ഇതെന്ന് വെച്ചാൽ അങ്ങനെ എടുത്തു. പക്ഷെ അത് നല്ലില്ലേ, ബ്രൗൺ കളർ അങ്ങനെ പിന്നെ അച്ഛന്റെയും പാപ്പുന്റെയും അല്ലോ ഇവരെ ട്രിപ്പിൾസ് ആണോ ചോദിച്ചത്? അല്ല നമ്മള് എല്ലാം മാധവാട്ടന്റെ ഷർട്ട് ഒരുപോലെ തന്നെ. ഷോപ്പിൽ പോയ സമയത്ത് അന്നൊരു ഓഫർ ഉണ്ടായിരുന്നു. ഷർട്ട് നോക്കുമ്പോ എല്ലാം കാപ്പി കളർ. അപ്പൊ അതിന്റെ ഡിസൈന് അന്നേരം അപ്പടി പറഞ്ഞു ഇനി ഏതായാലും നിങ്ങളത് ദിവസങ്ങളോടെ സെലക്ട് ചെയ്യുമ്പോ നമ്മൾ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ കിട്ടി. അതിന് ചെറിയ ഡോട്ട്സ് മാത്രമാണ്. രാവിലെ അതാ ക്യാമറ കാണുമ്പോ ശരിക്കും അവർ തന്ന ബ്രൗൺ അവരുടെ ശരിക്കുള്ള ബ്രൗൺ ആയിട്ട് എല്ലാരും വ്യത്യസ്തം. നമ്മളതെല്ലാം വ്യത്യാസം. ശരിക്കും ഇങ്ങനെ ഒരു പരിപാടിന്റെ ഇങ്ങനൊരു നിങ്ങളെ ഈ പേരും ഇത് ആരാത് ശരിക്കും ഇതിന്റെ ഇപ്പൊ പരിപാടിയെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാലും പരിപാടി വന്നാടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കുട്ടികളാണ് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ കുടുംബക്കാർ മാത്രമായിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുമ്പോൾ കല്യാണത്തിന് മുന്നേ രണ്ടാളും രണ്ട് ടീമിൽ നിന്നുള്ള പരിപാടി തന്നെ വളരെ അപൂർവമായിട്ട് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഉണ്ടായി. അതെ അതെ അതെ. നമ്മള് കണ്ടതില് നമ്മുടെ ഓടുന്ന അങ്ങനെയൊന്നും കേട്ടിട്ടൊന്നുമില്ല. ഹൽദി കാണലുണ്ട്, മഞ്ഞ കല്യാണം. അത് പക്ഷെ മഞ്ഞ ഡ്രസ് ഇട്ടിട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകും. മഞ്ഞ ഡ്രസ് ഇടല് മാത്രല്ല മോളെ, മഞ്ഞ പിന്നെ മഞ്ഞൾ കലക്കിയിട്ട് പുതിയണ്ണിന്റെ പുതിയക്കന്റെ എല്ലാം മുറ്റത്ത് വാങ്ങി വെച്ചു കൊടുക്കും. മേക്കപ്പ് എല്ലാം അല്ല മഞ്ഞള് തടവ ശരിക്കും നമ്മുടെ നാട്ടിലുള്ള കല്യാണമല്ല, പുറത്തുള്ള തമിഴ്നാട്ടിലുള്ള ഒരു ചടങ്ങാണ് ഈ മഞ്ഞ കല്യാണത്തിന് മെയിനായിട്ട്. മഞ്ഞൾ വാരി മുഖത്തെല്ലാം തേക്കുന്ന പരിപാടി. റെഡിമെയ്ഡ് മഞ്ഞളിന്റെ സാധനം കൊണ്ടുവരിക. ശരിക്കുള്ള മഞ്ഞൾ അരച്ചിട്ടൊന്നല്ല, അതിന് ഫുള്ള് മഞ്ഞായി പോലെ നമുക്ക് മുഖം തേച്ച് മഞ്ഞയാവും. മേക്കപ്പ് ഒന്നും പിന്നെ ചെയ്യാം. അമ്മ എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടാവും, പക്ഷെ സംസാരിക്കാൻ ക്യാമറ പറയണ്ട. അമ്മമ്മേന്റെ ഡയലോഗ് അമ്മമ്മക്ക് വരുന്നുണ്ട്. അമ്മമ്മക്ക് ഈ പരിപാടിയെല്ലാം കണ്ടിരുന്ന നല്ല ഇതുണ്ട്, ഇഷ്ടമായി പരിപാടി. പിണറായിലുള്ള നമ്മളെ പിള്ളേരും ഇവിടുത്തെ പിള്ളേരും എല്ലാരും കൂടി നല്ല ഇഷ്ടം. ഡാൻസും നല്ല നല്ല ഡാൻസ്. അമ്മക്കളുടെ തുള്ളലും ഇതെല്ലാം കാണുമ്പോ തന്നെ അടിപൊളി. അമ്മമ്മക്ക് തൊഴാൻ തോന്നിനാ? അമ്മക്ക് അമ്മനെ അടക്കം നോക്കുന്നുണ്ട്. അമ്മക്കൊരു ആവേശം ഉണ്ടായിരുന്നു, തുള്ളാൻ വേണ്ടിയുള്ള മടികൊണ്ടാണ് അമ്മ എല്ലാത്തിനും റെഡി ആയിട്ട് അമ്മമ്മ മാറി അതിന് വേഗം വിളിക്കുമ്പോ തന്നെ അമ്മമ്മ വന്നു, വേഗം റെഡി ആയിട്ട് വരുന്നുണ്ട് എല്ലാത്തിനും. പക്ഷെ എന്തായിക്കോട്ടെ, കുട്ടികളെ ആ ഒരു ക്രിയേറ്റീവ് അടിപൊളിയായിട്ടുണ്ട്. ഡെക്കറേഷൻ സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ തന്നെ കണ്ടെത്തിയത് ഡെക്കറേഷൻ എന്ന് പറഞ്ഞാല് കല്യാണം തുടങ്ങിയ മുതൽക്ക് കുട്ടികളുടെ ഏട്ടന്റെ കല്യാണം എന്ന് പറഞ്ഞ ഡെക്കറേഷൻ ആരും അറിയില്ല നമ്മൾ ഉണ്ടാക്കിയ സാധനമാണെന്ന്. അപ്പൊ ഇപ്പൊ ആണ് ഒരാൾ അറിഞ്ഞത് നമ്മൾ കുട്ടികൾ ഉണ്ടാക്കിയതാണ് ഈ സാധനം. ഈ നിങ്ങൾ ഉണ്ടാക്കിയ സാധനമാണോ കുട്ടികളെന്ന് ചോദിച്ചു നേരത്തെ. അതെ അതെ, ഇവരും അനക്കും സർപ്രൈസ് തന്നെ. ഫസ്റ്റ് ദിവസം അമ്മമ്മയും കൂടെ സഹായിച്ചിട്ട് കുട്ടികളെ പൂ ഉണ്ടാക്കുമ്പോ അതെയാ മോനെ ഇതിന്റെ ഉള്ളിലുള്ള ബൾബ് തേച്ചു അമ്മമ്മയാണ് ആക്കി കൊടുത്തു. തികച്ചു പൂവിന്റെ ഉള്ളിലുള്ള ബൾബ് തികച്ചു. ഇവര് അമ്മമ്മയാണ് വെച്ചേ. അമ്മമ്മയാണ്, എന്നാലും അമ്മമ്മക്ക് സമാധാനമില്ല. ഇടക്കിടക്ക് വന്നു നോക്കും, മക്കളെന്നാവളി ചെയ്യുന്നു, മക്കളെന്നാവളി ഉറക്കം കഴിഞ്ഞിട്ട് സഹായിച്ചിട്ടാ കുട്ടികൾക്ക് സെറ്റാക്കി കൊടുത്തു. അതുകൊണ്ട് നമ്മുടെ കല്യാണം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞ് നാട്ടിലെല്ലാരും ഇങ്ങനെ പറയുന്നത് എന്റെ ജോലി കൊണ്ട് കേട്ടു. കോഴിക്കോട് നിന്ന് വന്ന കൂട്ടർ, തളിപ്പറമ്പിൽ നിന്ന് അങ്ങനെ വന്ന കൂട്ടർ ഇന്നിപ്പം വിളിച്ചു പറയുന്നത് ഇങ്ങനത്തെ ഒരു കല്യാണം നമ്മൾ കൂടിയിട്ടില്ല, അത്രയും നല്ല അടിപൊളി കല്യാണമാണ്. നമ്മളെ ടീച്ചർ, നമ്മളെ വീട്ടിന്റെ അയൽക്കൂട്ടുള്ള മോനെ പഠിപ്പിച്ച ടീച്ചറാണ്. ആ ടീച്ചർ പറയുന്നത്, കിഷോറാട്ടം പറയുന്നത് ഇതുവരെ ഇങ്ങനത്തെ ഒരു കല്യാണം നമ്മൾ കണ്ടിട്ടില്ല. അതാണ് നമ്മുടെ വിജയം. കല്യാണത്തിന്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങളെ ആ കുട്ടികളെ ഒരു അടുക്കും ചുറ്റിയാന്ന്. കാരണം ഒന്ന് ടൈം വളരെ കുറച്ച് സ്റ്റാർട്ടിങ് കുറച്ച് ഡിലേ. അതായത് നമ്മൾ പ്ലാൻ ചെയ്തതിന്റെ ആ ഒരു ടൈം ഉണ്ട് കറക്റ്റ്, ഇത്ര മണി മുതൽ ഇത്ര വരെ ഇത്.
പിന്നെ ഇത് എന്നിട്ട് അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് കിട്ടാത്തവരെ ഫുള്ളാലെ നിങ്ങളൊന്ന് ഡിലേ ആയി നമ്മളൊന്ന് ഡിലേ ആയി ചെറിയൊരു സ്ക്രൂ കഴിഞ്ഞ പോലത്തെ ഒരു നീ തുടങ്ങി ഞാൻ തുടങ്ങി അല്ലാണ്ട് നമ്മള് കറക്റ്റ് ആയി പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് നെക്സ്റ്റ് ആക്കും അപ്പൊ അതിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യണല്ലോ അപ്പൊ പിന്നെ എന്താക്കും അപ്പൊ ആ ഒരു ഇതിൽ നമ്മൾ കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ ആ ഒരു ടൈം നമ്മൾ കളിച്ചു പിന്നെ തുടങ്ങി എല്ലാരും വന്ന ആ ഒരു സ്മൂത്തിൽ അങ്ങ് പോയാൽ അതിന്റെ ഫ്ലോയിൽ അങ്ങ് പോയി ഡാൻസ് കണ്ടിരുന്ന തന്നെ എല്ലാരും ഞെട്ടി ഇവര് ഡാൻസോ ഗ്യാങ് ആയിട്ട് കളിച്ച ഡാൻസ് കൂടുതൽ ഏറ്റവും മടിയായിട്ടുള്ളത് സംഖ്യ എനക്ക് വല്ലാതെ സങ്കടം എന്നാണ് എല്ലാ അമ്മമ്മമാരും ഒന്നിച്ച് ഫോട്ടോ ഭയങ്കര ഇല്ലാത്ത എല്ലാരും കൂടി എടുത്തിട്ട് 3 അമ്മമാരും എന്റെ അമ്മ മാത്രം അതൊരു വരാൻ കഴിയാതുകൊണ്ട് പിന്നെ അമ്മമ്മക്കും വരാനും നമ്മളത് പറയുകയും ചെയ്തിനി ഇവർക്ക് നേരോണ്ട് ഇവരും പെടാപ്പാട് പെട്ടിനി ഒരുപാട് നാട്ടിലെല്ലാം കല്യാണം കൂടിയത് നാട്ടിലെല്ലാം പറഞ്ഞു പിന്നെ അടുത്ത കുടുംബക്കാരുടെ അവരെ കുടുംബക്കാരുടെ അത്യാവശ്യം അവര് പറഞ്ഞു പിന്നെ സന്ധ്യന്റെ കുടുംബക്കാരുടെ സന്ധ്യയും സുൽപ്പാപ്പും കൂടി പറഞ്ഞ് അങ്ങനെ എല്ലാരെ ഒരു ഇതിലും കൂടിയാണ് കല്യാണം ഓരോ പണിയിൽ പറഞ്ഞേൽപ്പിച്ച അവിടെ നമ്മളെ പരിപാടികളും നല്ല നമ്മളെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ ഇതായിപ്പോയി നമ്മളെ തെറ്റായിരിക്കും എടുക്കലെന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക് പിടിച്ചോട്ടെ കാരണം ഇപ്പൊ എക്സാമ്പിൾ അച്ഛൻ ഇവിടെ നിൽക്കുന്നതായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ സുധിബാബു വേറെ വഴി പിന്നെ പ്രതിമാവൻ ഉണ്ടാവില്ല ഓരോ ആളുണ്ടാവൂല അപ്പൊഴേക്ക് നമുക്ക് ഇങ്ങനെ ദേഷ്യം വരും ഏർത്തും ഇവരെല്ലാം എടുത്ത് ഇവര് വന്ന് നിൽക്കുമ്പോ പിന്നെ സ്ഥലം ഉണ്ടാവില്ല അല്ലെ നിങ്ങൾ ഞാൻ ഇപ്പൊ വരുമോ പിന്നെ ആരും അതാണ് ഫാമിലി ഫോട്ടോ എടുക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു ഫോട്ടോ എടുക്കല് വേണം പക്ഷെ ഭയങ്കര ടാസ്ക് പ്രത്യേകിച്ച് നമ്മളെ ഇത്രയും ആൾക്കാരോട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അമ്മേന്റെ വീട്ടുകാരും അച്ഛന്റെ വീട്ടുകാരും രണ്ടാളും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വലിയ ഫോട്ടോ എടുത്തിട്ടുണ്ട് പക്ഷെ ലൈറ്റ് എല്ലാവരും കൊണ്ടുപോയി പരിപാടി അപ്പൊ നമുക്കെല്ലാവർക്കും ദേഷ്യം പിടിച്ച് കാരണം ഫാമിലി ഫോട്ടോ ഇല്ലാണ്ട് പിന്നെ 2 മാസം മുമ്പ് അതാണെങ്കിലോ എന്നൊരു കാര്യം ചെയ്യും ഒരു പിക്നിക്കിന് അല്ലെങ്കിൽ നമ്മളൊരു ഫാമിലി ടൂർ പോകുമ്പോ എല്ലാവർക്കും ആ ബ്രൗൺ ഡ്രസ് അങ്ങനെ ചെയ്യാം അമ്മായി അല്ല എല്ലാ ഡ്രസ്സും തുന്നിയത് നമ്മളെല്ലാരെയും എന്തോ സ്റ്റാർട്ട് ചെയ്ത് അത് അമ്മായി കൊറേ പ്രാവശ്യം ടൈറ്റ് ആക്കിട്ട് ലൂസ് ആക്കാനായിട്ട് കൊറേയോട്ടെ കൊടുത്തിട്ടു നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ഫുൾ 1 2 3 4 5 6 നമ്മൾ 6 ഗേൾസ് ഉണ്ടായിരുന്നു അപ്പൊ ഇത് കല്ല് വെച്ച തുണി അപ്പൊ അതെല്ലാം അടിക്കാൻ കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാ അപ്പൊ അത് അത്രക്കും ഡെഡിക്കേഷനിൽ ഭയങ്കര ഹാപ്പിനെസ് നമുക്ക് അമ്മായി അടിച്ചു തന്നുകൊണ്ട് നമുക്ക് അത് ആ ഡ്രസ് അത്രക്ക് പെർഫെക്റ്റ് ഇനി ഓരോരുത്തരും ഓരോ ഡിസൈൻ അതില് നമ്മളെ ഡിസൈൻ ആദ്യം വേറെ പറഞ്ഞേ പിന്നെ അത് മാറ്റി വേറെ ഡിസൈൻ അപ്പോഴത്തേക്ക് കുറച്ചാള് പറഞ്ഞ് കൈ ഇല്ലാതെ വേണമെന്ന് കുറച്ച് കൈ ഇത് വേറെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എല്ലാരും ബ്രൗൺ അല്ലേ അപ്പൊ ഒരാളെടുത്ത ഡിസൈൻ വേറെ ആളെ എടുക്കരുത് അത് നമ്മളെ മെയിൻ റൂളായിരുന്നു തുണിയും വേറെ ആളെ എടുക്കരുത് അല്ലെങ്കിൽ എല്ലാരും ഒരേപോലെ യൂണിഫോം പോലെ ആവില്ലേ അപ്പൊ കളർ മാത്രമേ ഒന്നിച്ചാവാൻ പാടുള്ളൂ ബ്രൗൺ ഷെയ്ഡ്സ് മാത്രമേ ഒന്നിച്ചാവാൻ പാടുള്ളൂ ബാക്കിയെല്ലാം ഡിഫറെന്റ് ആയിരിക്കണം നമുക്ക് നിർബന്ധം അപ്പൊ അതനുസരിച്ചിട്ട് അമ്മായി അങ്ങനെ സെറ്റ് ചെയ്തു അമ്മായി മുക്കിലെല്ലാം എഴുതി വെച്ച് അങ്ങനെയാണ് അടിച്ചത് അമ്മായി പാവം എത്ര ആളെത്ര നേരാപ്പ ഈ മാമിനെ ഉറങ്ങാൻ ഇതാക്കില്ല അപ്പോ പറയലുണ്ട് ഈ ദിനേശേട്ട ഇതനൊക്കെ അടിക്കാൻ കുട്ടികൾ ഇട്ടിട്ട് കാണൂലോ അമ്മായി അത്ര കഷ്ടപ്പെട്ട് അടിച്ചു എല്ലാരും ഒരുപോലെ ഇട്ടിട്ട് കാണലാന്ന് ശരിക്കും ഒരു ഇത് എല്ലാരും ഇട്ടിട്ട് ഒപ്പരം കാണാൻ അല്ലെങ്കിൽ അമ്മായിക്ക് അത് മിസ്സാകും പിന്നെ വേറെ ബ്രൗൺ ബ്ലേസിന്റെ അത്രയല്ലേ ഉള്ളൂ പിന്നെ നമ്മളെ തലേ ദിവസം നമ്മളെടുക്ക പിന്നെ അത്ര വലിയ പരിപാടിയൊന്നും എന്നാലും നമുക്കുണ്ടായ ഒരു പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മളെ ഡെക്കറേഷൻ ഇതെല്ലാം നമ്മളെ തലേ
തന്നെയല്ലേ ഉള്ളത്. ഡെക്കറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്തല് ചെയ്തത് സ്റ്റേജിലുള്ള അലങ്കാരം സ്റ്റേജിന്റെ ബാക്ക് സ്ക്രീനും ഇവര് നടയിലെ കൂടി കളിക്കും. ആദ്യം പൂക്കളെല്ലാം ഉണ്ടാകുമ്പോ എനക്ക് തോന്നുന്നു വയ്യ ഒന്നുമില്ല നിങ്ങൾ ഇതൊന്നും ആക്കട്ടെ, നിങ്ങൾ കാരണല്ല അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവര് ഇതെല്ലാം വെക്കുകയും വേണം, ഡ്രസ് ചെയ്യുകയും വേണല്ലോ. ഇവര് മേക്കപ്പ് ചെയ്ത് ഭക്ഷണത്തിനൊന്നും നമുക്ക് 2 ദിവസം കിച്ചണിന് ഒരു വർക്കും ചെയ്യേണ്ടി വന്നില്ല. എല്ലാവരും തരുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഈ ഡിസൈനിങ് അല്ലേ ഈ തലേന്ന് റിസപ്ഷന്റെ വൈകുന്നേരത്തെ കാട്ടിക്ക് രാവിലെ ഇവര് പുറപ്പെട്ടിട്ട് പോകണം, എല്ലാം കൂടി പണിയല്ലേ. പക്ഷെ ലൈറ്റും കാര്യമെല്ലാം ഇവര് അതിലടക്കം എല്ലാം സെറ്റാക്കി. നമ്മളോട് അച്ഛൻ 2 മാസം മുന്നേ നമ്മള് 1.5 മാസം മുന്നേ നമ്മൾ ഈ സംഭവം തുടങ്ങിയത്. അപ്പൊ ഇങ്ങനെ ഞാന് നന്ദന വന്ദനാണ് അതിന് മെയിൻ ആയിട്ട് ഇൻവോൾവ് ആയത്. അപ്പൊ ഇവരെ കോളേജ് കഴിഞ്ഞാൽ ഇവര് നേരെ നമ്മളെ വീട്ടിലേക്ക് വരും. അപ്പൊ ഇവർക്ക് നമ്മളെ വീട്ടിലേക്ക് വരലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അത്രക്ക് ഡെഡിക്കേഷനില് വരും. കഴിഞ്ഞ പാടനെ മാട് വെച്ച് ഇതാ നമ്മളിത് അവിടെ ഞാൻ ഒന്നുമില്ലെങ്കിൽ ഡിസ്കഷൻ ഒരു ബുക്ക് ഉണ്ട്, ആ ബുക്ക് അത് നമ്മൾ റിസപ്ഷന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാക്കുന്ന ഒരു സാധനം വരച്ച് വെച്ചിട്ട് നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്തോ അതിന്റെ തുണിയും കളറും പോലും മാറാട്ട് നമ്മൾ അതേപോലെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ താഴത്തെ പ്ലാൻ നമ്മളെന്താണ് മനസ്സിൽ വിചാരിച്ചത് ആ സാധനം നമ്മൾ കൊണ്ടുവരും. കുറെ ആള് വരുമ്പോൾ വെച്ചാൽ കുറെ അഭിപ്രായം വരും. പക്ഷെ നമ്മളെ സ്ഥലം ചേഞ്ച് ആക്കാൻ പാടില്ല. ലാസ്റ്റ് മാള വെച്ച് മറ്റേ തലേന്ന് ഡ്രസ്സ് കൊണ്ട് കൊടുക്കാൻ പോയി, മാള വെച്ച് ഡ്രസ്സ് വാങ്ങാൻ പോയി. ഞാൻ യോജിച്ചിട്ടെ നീ എന്നാ പറഞ്ഞ അത് ഞാൻ ആക്കി തരും, നീ പറ. ഞാൻ ലാസ്റ്റ് ഇത് രസം ഉണ്ടായിരുന്നു, ഞാൻ ചോദിക്കുന്ന മാള വെച്ച് വന്നിട്ട് വലിയ പറഞ്ഞ് ഇനി ഇത് കണ്ടുകഴിഞ്ഞാൽ മാളും എല്ലാം മാറ്റാൻ മാള വെച്ച് നമുക്കൊരു വിശ്വാസം ഉണ്ട്. നമ്മൾക്ക് നോക്കിയാന്നുണ്ടെങ്കിൽ മാള വെച്ച് ഇതെല്ലാം മാള ചെറുപ്പം ഇഷ്ടമായിട്ട് ഇതൊന്നും നോക്കില്ല, എല്ലാം കഴിപ്പിക്കും. പക്ഷെ നമ്മള് 3 ആൾ അതില് അഭിപ്രായ വ്യത്യാസം. സംഭവം നമ്മള് തമ്മിൽ കുറെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ബെസ്റ്റ് ചോയ്സ് ചെയ്തിട്ട് വന്ന് അതിനാണ് നമ്മള് ചൂസ് ചെയ്യല്. അപ്പൊ ഈ ബുക്ക് നമ്മളെ മെയിൻ മെമ്മറിയാണ് സംഭവം. ഇതിനകത്ത് പൈസ എഴുതി വെക്കുന്ന ബുക്ക്, കല്യാണം വിളിച്ച് ഇങ്ങനെ കുറെ സംഭവങ്ങൾ അത് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്നിൽ തന്നെ കല്യാണം മൊത്തം ഡയറിയില്, കല്യാണം മൊത്തം ഈ ഡയറി. പക്ഷേ സ്റ്റേജ് ഡെക്കറേഷൻ 2-3 മണിക്കൂർ സ്റ്റേജ് രാവിലെ ഒന്നും കഴിക്കാണ്ട് വയ്യ, നമ്മളെല്ലാം കഴിച്ച് വയ്യ. നമ്മൾ 8 മണിക്ക് എല്ലാവരും നല്ല ഡ്രസ് പണിയെടുക്കുന്നേ. ഇവരുടെ വന്ന് നിങ്ങളെന്നാ നീ അണ്ണാ ചെക്കുപ്പായിട്ട് പോയി മാറ്റി അത്യാവശ്യം ആൾക്കാരല്ലേ, കുറച്ചിങ്ങനെ കുറച്ച് ആൾക്കാർ. അപ്പൊ അവരെല്ലാം വരുമ്പോ കുറച്ച് നമ്മളെ വീട്ടിൽ തരുന്ന ഡ്രസ്സ്, നമ്മളെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് ലോക്കലാണല്ലോ. അപ്പൊ നമുക്ക് എല്ലാരും അപ്പോഴും നമ്മള് പിന്നെ ഇവരോട് പറഞ്ഞു ചോദിച്ചത് അവരെ നല്ല സ്കൂപ്പായിട്ട് നിങ്ങൾ കുറച്ചെടുക്കും, നമ്മൾ മാറ്റിട്ട് ലാസ്റ്റ് 8 മണിക്കാ മാറ്റിട്ട് നമ്മള് പക്ഷെ ഫുള്ള് സെറ്റ് ആക്കി. നമ്മള് പക്ഷെ റിസപ്ഷന്റെ കൂടുതൽ നമ്മൾ ഡെക്കറേഷന്റെ വീഡിയോ എടുക്കാൻ വീഡിയോ എന്തെല്ലോ തിരക്കില് എടുത്തിന്. പക്ഷെ എന്തെല്ലോ ആടുന്നോട് ലാസ്റ്റ് എടുക്കാൻ വീഡിയോക്കാരൻ എടുത്തിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ ഇതിനകത്തുള്ള എടുത്തതിൽ കുറവായിരിക്കും. 360 കുറച്ച് നല്ല വീഡിയോസ് നല്ല രസമാണ്. പക്ഷെ ശരിക്കും ഞാൻ നെട്ടി നിങ്ങളുടെ ഡെക്കറേഷൻ ഞാൻ വിശ്വസിച്ചില്ല. ആദ്യം നിങ്ങൾ ആ ഫ്ലവേഴ്സ് ഒക്കെ ട്രൈ ചെയ്ത് അത് നമ്മള് പറഞ്ഞ പോലെ 1 മാസം മുന്നേ സെറ്റാക്കി. നിങ്ങളെ ആ ഒരു കളർ ടീമിനെ അന്നേരം കണ്ടാ മതി. മുഴുവൻ പരിപാടി അങ്ങനെയുണ്ടായിനി. എല്ലാം സർപ്രൈസാന്ന് പറയും. എന്നിട്ട് പിന്നെ അന്നേരം നമ്മൾ കാണുന്നില്ല, അതിന്റെ ഇടക്കൊന്നും നമ്മളെ കാണിക്കുന്നില്ല. ഏട്ടനെ വരുന്നേം നമ്മുടെ ഏട്ടനെ തലേന്ന് കയറ്റിയിട്ടില്ല. തലേന്ന് എല്ലാം ആക്കി ലാസ്റ്റ് തലേന്ന് പറഞ്ഞ ഏട്ടൻ അവിടെ അകത്തിരുന്ന ഇപ്പഴേ ഏട്ടൻ അങ്ങോട്ടേക്ക് വരറി നമ്മളന്ന് സെറ്റ് ആക്കുന്നതാണ്. വൈകിട്ട് മുതലേ നമ്മൾ ഈ ആക്കി ലാസ്റ്റ് ആണ് ഏട്ടനെ കഷ്ടപ്പെടേണ്ട പണികളും അതുകൊണ്ട് രാമായണെല്ലാം പാടുവല്ലോ. പന്തലാണ് ചോദിച്ചിട്ടാ, പന്തലിട്ടത് ഷിജു ആണല്ല ഗോകുലം. ബാക്ക്ഗ്രൗണ്ട് ആ ഫ്ലവേഴ്സ് എല്ലാം നമ്മൾ ചെയ്ത്, സ്റ്റേജ് അവര് ചെയ്തതെന്ന്. പിന്നെ ഓരോ വൈറ്റെല്ലാം ഫുൾ അവരടിച്ച്. ബാക്ക്ഗ്രൗണ്ടിൽ ഇവര് 10-15 ആളല്ലേ പണിയെടുക്കുന്നത്. അപ്പൊ അന്നേരം ചോദിച്ചു ഇതെല്ലാം ഇവരെ ടീമാണ്. അടിപൊളിയായത്. ഞാൻ റോഷത്ത്
മറ്റേ ഇത് കൊണ്ടുവന്നിട്ടല്ലേ പല്ലിന് കുത്തില്ലേ നമ്മളത് ഇവിടുന്ന് കുത്തിയതെല്ലാം ഫുള്ള് മാറ്റി കുത്തിയിട്ടില്ലേ അത് ഫുൾ എടുത്തിട്ട് അതിൽ ടൂത്ത് പിക്ക് കുത്തി തിരിച്ചതിൽ കുത്തീനി അതുകൊണ്ടത് വീഴാൻ ടൂത്ത് പിക്ക് കുത്തി ഇതില് പിന്നെയും കുത്തി. അത് റോഷിക്ക് രണ്ടാമത് പോയിട്ട് നല്ല ഡെഡിക്കേറ്റഡ് ഓൻ മാത്രല്ല എല്ലാരും ടൈം വന്നാൽ എല്ലാരും ഒപ്പം ശരിയാക്കി. ഹാർട്ടൊക്കെ ചെയ്യാൻ മാറും എല്ലാവരും പൂവെല്ലാം കുത്തി രാജീവ് മാമനും പ്രദീപ് മാമനും എല്ലാം അച്ഛന്റെ മെയിൻ ആയിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ പറഞ്ഞു മാമന് തലേന്ന് ഇത് തുന്നാൻ നമ്മളിങ്ങനെ മാമൻ ഇല്ലാണ്ട് ഡിസ്കസ് ചെയ്ത് മാമനെ കൊണ്ട് അത് ആക്കിക്കണ്ട കല്യാണത്തിന് തലേന്ന് കല്യാണ സെക്കൻഡ് അച്ഛനടുത്ത് ചോദിക്കും ഇതിരുന്ന് തുന്നുന്നുണ്ടാ ആ പണിക്ക് നിൽക്കണ്ട നമുക്ക് എന്തെങ്കിലും ആക്കാന്ന് പറഞ്ഞ് നമ്മൾ നിന്ന് ലാസ്റ്റ് നമ്മളത് നമ്മുടെ മുതലാളി കൂടി പോയി തുണി വാങ്ങി മുറിച്ച് വാങ്ങിയിട്ട് മാമൻ അത് ഡെഡിക്കേഷന് നമ്മൾ എന്തെടുക്കാൻ നമ്മൾ ടെമ്പിൾ ഷൂട്ടിന്റെ കാര്യം പറയാൻ വിട്ടുപോയി. ആ ടെമ്പിൾ ഷൂട്ടിന്റെ ദിവസം രാവിലെ നമ്മൾ പോകുമ്പോഴേക്കും അച്ഛൻ അതെല്ലാം സെറ്റ് ആക്കി നമ്മൾ അതിനെ കൂടി ചിന്തിക്കേണ്ടി പിന്നെ വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ആണുങ്ങൾക്ക് ഈ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ എല്ലാം മടുപ്പായിരിക്കും. പക്ഷെ അച്ഛനെന്ന് പറയുന്നത് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള എത്ര ടൈം വേണ്ടി പക്ഷെ നിങ്ങൾ എടുത്തത് മടക്കി കൊടുക്കുക അല്ല എടുത്തത് മടക്കി കൊടുക്കുക. പക്ഷെ നിങ്ങൾ എത്ര ടൈം മേടിക്കുന്നത് ഞാനിവിടെ വെയിറ്റ് ചെയ്യുക അങ്ങനെയാ പറയില്ല. നല്ലതുകൊണ്ട് കൊറേ സ്ഥലം മടക്കി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞ ആളെ തന്നെ ആരെങ്കിലും കല്യാണ ചെക്കൻ്റെ അനിയത്തി തലേന്ന് പോയിട്ട് പുതിയ ഡ്രസ്സ് വാങ്ങി സമയമില്ല എന്നിട്ട് വേറെ ആളെ സ്പൈ വെച്ചിട്ട് വാങ്ങിക്കൊണ്ടത് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് കല്യാണത്തിന്റെ 4 ദിവസം മുന്നേ കല്യാണത്തിന്റെ ഡ്രസ് മാള് പൊതുവെ എല്ലാ കാര്യത്തിലും എല്ലാം റെഡിയാകുമ്പോ ഓട സമയത്ത് പോക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ മനസ്സിലായിരുന്നു ലാസ്റ്റ് എല്ലാരും നല്ല അടിപൊളിയായിരിക്കും. മനസ്സിലുണ്ടാവും വാങ്ങിയത് ഇവിടെ എല്ലാം സെലക്ട് അത് മോശമില്ല. സ്റ്റേജിൽ നിന്ന് കാണുമ്പോൾ ഞാൻ പറഞ്ഞ നല്ല ഡ്രസ്സ് കാണാൻ നല്ല രസമുണ്ട്. കല്യാണത്തിന് കുറെ ആളുണ്ട് അല്ലേ ഓഡിറ്റോറിയത്തില് കല്യാണത്തിന് 1200 ആള് ടോട്ടല്. നമ്മളൊരു 400 ആളെന്ന് നമ്മള് പറഞ്ഞേ നമ്മളെ ഇതിലുള്ളത്. പക്ഷെ കുടുംബക്കാരോടെല്ലാം നമ്മള് കല്യാണത്തിന് ഒരാളെ വരാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ ആൾക്കാര് നോക്കുമ്പോ നമ്മള് പറഞ്ഞതുപോലെ തന്നെ ആൾക്കാരെല്ലാം വന്നിന് കുറവും വന്നില്ല. പക്ഷെ ഏവറേജ് ഒരു 10-500 ആൾ എന്തായാലും നമ്മളതും ഉണ്ടാവും. 10-700 ആള് വേറെ അങ്ങനെ 1200 ആളാണ്. ലാസ്റ്റ് ഭക്ഷണത്തിന് ഞാനില്ല ഇരുന്ന് കഴിഞ്ഞേരത്ത് ഇവര് മേശയെല്ലാം പൊക്കി വെക്കും. മനക്കാകെ ടെൻഷനായി. കുട്ടികളൊന്നും വന്നില്ലാലും ഭക്ഷണം കഴിക്കാൻ അപ്പൊ അതെന്താന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. ഈ സദ്യയില് ഉള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാല് പിന്നെ ഒരു 600 ആള് അല്ല 1200 ആള് സദ്യയിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ ആദ്യം നമ്മള് ടേബിൾ ഇടുന്ന സമയത്ത് 300 ആള് ടേബിൾ ഇരിക്കും. 300 ആള് ഇപ്പൊ 1200-ല് ഒരു 3 കഴിഞ്ഞു കഴിഞ്ഞാല് ഫുള്ള് സീറ്റിലിരിക്കും ആള്. 3 കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ലൈനായിട്ടുള്ള ആൾക്കാർ വിളമ്പുവാക്ക്. 3 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ കുറച്ചാളെ ഉണ്ടാവും. അത് ഒന്നിച്ചിട്ട് വരൂല. ചെക്കൻ്റെ ആളായാലും പെണ്ണിന്റെ ആളായാലും ഒന്നിച്ച് വരൂല. അപ്പൊ എന്ത് ചെയ്യും, ഒരു 15 ആളുകളെ 15 സ്ഥലത്ത് അവരവരെ സൗകര്യത്തിന് വേണ്ടിയിരിക്കും. സദ്യ ആകുമ്പോ നമുക്ക് വിളമ്പാൻ കഴിയില്ല. പൊതുവെ എല്ലാവരും അങ്ങനെ. സദ്യ മാത്രമല്ല, സാധാരണ ഫംഗ്ഷൻ ആയാലും ഇപ്പൊ ഒരു 500 ആക്കിയിരിക്കേണ്ട വേദി ഉണ്ടെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യുന്ന ഏകദേശം ഒരു സ്ഥലം കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് ഒതുക്കി വെക്കും. അപ്പൊ ഒതുക്കി വെക്കുമ്പോ ഇവരെല്ലാം പറഞ്ഞ് കസേരയിലെടുത്ത് മടക്കുന്ന കസേരയെടുത്ത് എനിക്ക് അറിയുന്നില്ല സംഭവം. നല്ല ഫുഡ് ഇവരെ അഴിമണിയാന്ന് ഭക്ഷണം വെച്ചത്. എന്താണ് പണ്ടാരിന്റെ പേര്? പ്രദീപ് അല്ലേ? പ്രദീപ് എന്നാ പേര്? പൊതുവെ നല്ല നല്ല ഫുഡ് തന്നെ. നല്ല എല്ലാവരും കഴിച്ചിട്ട് ആർക്കും ഒരു മോശം പറയാനില്ല. പിന്നെ ആരും 1200 ആളുണ്ടെങ്കിലും സാധാരണ കുറച്ച് ആളുണ്ടെങ്കിൽ എല്ലാരും ഒരു കസേരയുടെ ബാക്കിലേക്ക് ഇത് ആരും അങ്ങനെ കസേരയുടെ ഫുള്ള് ഇരുന്നതിന് ശേഷം ആൾക്കാരെല്ലാം ആൾക്കാർ കഴിഞ്ഞ് ആ ഒരു ഫുഡ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ 3 ട്രിപ്പ് കഴിയുമ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പൊ നന്നായിട്ടുള്ള ഭക്ഷണവും കാര്യമല്ല. ആർക്കും
അപ്രിയുമില്ല. ഒരു 10 മിനിറ്റ് കൂടെ ഇരുന്നാലും എല്ലാവർക്കും ഒന്നിച്ച് ഭക്ഷണം കഴിക്കൂലല്ല, കഴിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എല്ലാവരും നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് പിന്നെ പൊതുവെ നല്ലൊരു പരിപാടിയായിട്ട് മാറി. നമ്മളെ റിസപ്ഷന്റെ ബാക്കിയുള്ള നമ്മുടെ ഇവിടുത്തെ ഫുഡെല്ലാം ചെയ്ത അമ്മമാരുടെ രമേശാട്ടന്റെ ഫുഡാണ് നമ്മളെ അമ്മമാരുടെ രമേശാട്ടനാണ് നമ്മളെ റിസപ്ഷന്റെ ഫുഡിന് നമ്മൾ സെറ്റ് ആക്കിയത്. ഓവറോൾ അവരെ തന്നെയാണ് എല്ലാത്തിനും. പന്തല് ഷിജു ആണ്, പിന്നെ ഗോകുല, പിന്നെ ഫുഡിന്റെ അത് രമേശാട്ടൻ. നമ്മൾ ഇന്നത്തെ ആദ്യമായിട്ടുള്ള ബന്ധമല്ല, നമ്മുടെ കുടുംബം തന്നെ രമേശാട്ടൻ. ഓവറോൾ എല്ലാം ഓറെ തന്നെ ഏൽപ്പിച്ചതാ. ഫുഡിന്റെ അവരെ തന്നെയാണ് റിസപ്ഷനിൽ. നാരങ്ങ മുട്ടായി വരെ ഉണ്ടായിരുന്നു. രണ്ട് നാരങ്ങ മുട്ടായി നാരങ്ങ മുട്ടായി എനിക്ക് എടുക്കാൻ സമയമില്ല. എനിക്ക് വേണ്ടപ്പെട്ട ആള് വരുമ്പോ നാരങ്ങ മുട്ടായി നാരങ്ങ മുട്ടായാലും ഇരിക്കട്ടെ, മക്കളെല്ലാം ഉണ്ടാവില്ലേ, വയസ്സിലോട്ടുണ്ടെങ്കിൽ നോക്കട്ടെ. പക്ഷെ നമ്മൾ അതൊന്നും കണ്ടില്ല കേട്ടോ. വരുമ്പോ തന്നെ നേരെ സ്റ്റേജിലേക്ക് അങ്ങ് ഓടി കയറിയില്ല. വരുമ്പോ തന്നെ ഇതെല്ലാം കണ്ടിട്ട് പോകണായിരുന്നു. പിന്നെ നമ്മളോട് അന്നേരം വേഗം സ്റ്റേജിൽ കയറാനാണ് എല്ലാരും പറഞ്ഞത്. എന്റെ ക്ലാസ്സിലെ പിള്ളേരാണ്. അവര് നേരത്തെ വന്നിട്ട് ഏട്ടനെ കാണാണ്ട് പോവാൻ കഴിയില്ലാന്ന് പറഞ്ഞിട്ട് അവര് ഇത് ഗിഫ്റ്റ് തന്നിട്ട് പോയി. അങ്ങനെ ഫോട്ടോ അവര് നമ്മളെ സെറ്റപ്പിലാണ്. യോ നിങ്ങള് ഭയങ്കര റിച്ചാണല്ലോ. ഡ്രസ് എടുത്തിട്ട് ഓരോരുത്തർ എത്ര ഡ്രസ് വാങ്ങി ബീബിയിലേക്ക് ഇത് 5 എല്ലാ ദിവസവും ഷോപ്പിംഗ്. എന്നാ നിങ്ങൾ ഇത് വാങ്ങുന്നത്? ഇത് ഡ്രസ് വാങ്ങല്ലേ, ഒരു 10,000-20,000 ഡ്രസ്സിന് തന്നെ പോയിട്ട് നിങ്ങൾ ഗേൾസ് വാങ്ങി മാല വേണ്ടേ, മാല വേണ്ടി ഇതായിരുന്നു ഇത്ര പൈസ. നിങ്ങൾ ഭയങ്കര ക്യാഷ് ടീംസ് അല്ലേ? ആദ്യമായിട്ടും അവസാനമായിട്ടും എല്ലാരും എന്നോട് ഇതന്നെ ചോദിക്കുന്നത്. ഇതൊന്നും അംബാനി കല്യാണം, ഇതൊന്നും നിങ്ങൾ ഇത്ര എടുക്കുന്നത്, ഇതൊന്നും സംഭവം നമ്മുടെ വീട്ടിലെ കല്യാണമല്ല കഴിഞ്ഞത്. ഇങ്ങനെയൊന്നും ആരും കല്യാണം കഴിച്ചില്ല. എല്ലാരും പക്ഷെ ഡ്രസ്സും അതൊക്കെ പ്ലാൻ ചെയ്ത പോലെ ചിലതെല്ലാം ചിലതൊന്നും നടന്നിട്ടില്ല. അത് ചിലതൊന്നും നടന്നിട്ടില്ല. അത് പിന്നെ അതിന്റെ രീതിക്ക്. എന്നാലും നമ്മള് പ്ലാൻ ചെയ്തതിൽ കുറെ കാര്യങ്ങൾ നടക്കുക തന്നെയുണ്ട്. കുറെ കാര്യങ്ങൾ കല്യാണത്തിന് ദിവസം നമ്മളെല്ലാരും ഗേൾസ് എല്ലാവരും മറ്റേ ട്രഡീഷണൽ ഡ്രസ് ഇട്ടാൽ നല്ല രസമാണ്. അടിപൊളി. എല്ലാ മക്കളും ഒരുപോലത്തെ കളർ ചേഞ്ച്. പിന്നെ അതുപോലെ തന്നെ ടെമ്പിൾ ഷൂട്ടിനായാലും എല്ലാം നമ്മള് ഡ്രസ് കോഡാണ് നമ്മളെ മെയിൻ. പക്ഷെ വേറെ കാര്യ നിങ്ങളെ നമ്മളെ ബിബി നൈറ്റിന് നല്ല ആസ്വദിച്ചിന്. കല്യാണത്തിന്റെ ദിവസം നിങ്ങളെ ഡ്രസ്സിലൊന്നും ഭയങ്കര ആസ്വദിക്കാൻ അതിനാണ് നമ്മളങ്ങനെ ആ പരിപാടി വെച്ചത്, ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിട്ട്. പിന്നെ നമ്മുടെ ഇത്തിരി കഷ്ടപ്പെട്ട കൂടി കാണാൻ വേണ്ടിട്ട് അത് ഫുൾ റിലാക്സ് ആക്കാൻ വേണ്ടിട്ട് അങ്ങനെ പരിപാടി വെച്ചത്. കല്യാണത്തിന് നിങ്ങൾക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ കല്യാണം മെയിനായിട്ട് നമ്മളില് എത്താൻ പറ്റാത്ത കുറെ നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് പുറത്തുണ്ട്, ഗൾഫ് കൺട്രിയിൽ. അല്ലാതെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കല്യാണം നിർത്താം. അപ്പൊ എല്ലാരും കൂടുതൽ ആൾക്കാർ ലൈവില്, കാരണം കല്യാണത്തിന്റെ ലൈവ് സ്ട്രീമിംഗ് അല്ലേ ആവറേജ് ആ ദിവസം ഒരു 500 ആള് താഴെയല്ലേ കാണും. അപ്പൊ അന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാല് 1K 1000-ഓളം ആൾക്കാര് നമുക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരടക്കം കല്യാണം 1000 ആൾക്കാർ പരിപാടി കാണാൻ 1300 ആൾക്കാർ ലൈവും കാണാൻ 1200 ആൾ അന്നേരം തന്നെ അവര് ലൈവില് കാണൂലല്ലോ, കാണാം. അപ്പൊ അന്നേരം സമയത്ത് ലൈവ് സ്ട്രീമിംഗ് ഫുള്ള് ലൈവ് സ്ട്രീമിംഗ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കാണാൻ വേണ്ടി പറ്റി. പിന്നെ അതുപോലെ തന്നെ ഒരു കല്യാണ വീഡിയോ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ചെറിയ കൊച്ചു വീഡിയോ ആണ് ശരിക്കും ഇപ്പോഴത്തെ കല്യാണത്തിനുള്ളൂ. അപ്പൊ ആൾക്കാർ ഇങ്ങനെ വന്ന് ആ നിൽക്കുന്നതും അതെല്ലാം കാണാൻ വേണ്ടി. കാരണം ഇനിയുള്ള ഇതില് എല്ലാം ചുരുങ്ങി വരുന്നുണ്ടെങ്കിലും പക്ഷെ വന്നയാളെ മുഴുവനായിട്ട് നമ്മുടെ സ്റ്റേജിൽ വന്നയാളെ അവരെ ആംഗിൾസ് മൊത്തം കാണുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോസ് ലൈവ് സ്ട്രീമിംഗ് ആയിരിക്കും കുറച്ചും കൂടി. അത് കണ്ടിന്യൂസ് ആയി വരും. അത് കണ്ടിന്യൂസ് ക്യാമറ എടുത്ത് കേട്ടാ, ഓഡിറ്റോറിയത്തിലുള്ള ആ വ്യൂവും ഓഡിറ്റോറിയത്തിൽ ഇരുന്ന ആൾക്കാരെല്ലാം മാക്സിമം ഈ ലൈവ് സ്ട്രീമിംഗ്. കാരണം ഞാൻ ഇന്നലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ലൈവ് ചെക്ക് ചെയ്തത്. ചെക്ക് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്യാമറ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം കല്യാണത്തിനെല്ലാം അങ്ങനെയല്ല, നമ്മുടെ ഒരുത്തിൽ സ്റ്റാൻഡ് ഇട്ട് നിൽക്കുന്നതല്ലല്ലോ. അപ്പോ
താലി കെട്ടുന്ന ആ ഫംഗ്ഷൻ അല്ല, ശരിക്കും ടിവിയിലെ കൂടിയും നമ്മുടെ മൊബൈലിലെ കൂടിയാണ് കൂടുതൽ ആൾക്കാർക്ക് ലൈവ് സ്ട്രീമിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. റിസപ്ഷന്റെ ലൈവ് അതുപോലെ തന്നെ നന്നായിട്ട്. അതിൽ ഓഡിയോ നമ്മള് ശരിക്കും പറഞ്ഞാല് ഓഡിയോ പാട്ടുകളൊന്നും കൊടുക്കാൻ പറ്റൂല. റിയൽ ഓഡിയോടാ വന്നേ. റിയൽ ഓഡിയോ പ്രശ്നമില്ല. പക്ഷെ പാട്ടുകളെല്ലാം കൊടുക്കുമ്പോൾ കോപ്പിറൈറ്റ്. ഇപ്പൊ സേതന്റെ കല്യാണത്തിന് പിന്നെ നമ്മള് ഫുൾ പുതിയ പാട്ട് കൊടുത്ത് രാത്രി ബ്ലോക്ക് ചെയ്തിരുന്നു. 12 മണിയാകുമ്പോഴൊക്കെ തന്നെ കുറെ ആൾക്കാർ കണ്ടി, പിന്നെ നോക്കുമ്പോൾ കാണുന്നില്ല. 12 മണിക്ക് ശേഷം ഫുൾ ബ്ലോക്ക്. പിറ്റേന്ന് രണ്ടാമത് ഓപ്പൺ ചെയ്തിട്ടാണ് രാഹുലിന്റെ വർക്ക് കൊണ്ടാണ് അത് ശരിക്കും പാട്ടുകളെല്ലാം മാറ്റി ഒഴിവാക്കിയിട്ട്. അതുകൊണ്ട് അച്ഛൻ ആദ്യം പാട്ട് വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ പാട്ടില്ലെങ്കിൽ ഇവരെ ഡയലോഗ് എല്ലാം കേട്ടിട്ട് ആ വീഡിയോ നമ്മളതിരുന്ന് കണ്ടിന്. അതിന്റെ ബാക്കിൽ നമ്മള് പറയുന്നെല്ലാം കേൾക്കുന്നത് അരുട്ടിരുട്ടി കോമഡി കുഴപ്പമൊന്നും വേറെ ഒന്നും പറയുന്നില്ലല്ലോ. ആ ഒരു ഇതിന് ഒറിജിനൽ ഓടിയാണല്ലോ. അപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇല്ലേ BV നൈറ്റിന് മാളൂര് നമ്മള് ഫോട്ടോ എടുക്കാൻ നോക്ക് വിഷമമില്ലേ നമ്മള്. അപ്പൊ നമ്മൾ കല്യാണത്തിന് റിസപ്ഷൻ മത്സരം ദൂരെ കുറച്ച് നോക്കി. അപ്പൊ ഒരു ടീം അനകേര ടീം അരിനൊരിക്കല് നമ്മള് മാക്സിമം തലയില് മാത്രല്ല 100 അളങ്ക് അരി ഒരിക്കേണ്ടി വരും എല്ലാ കുടുംബം. പ്രായമുള്ളവർക്ക് അതൃപ്തി ഉണ്ടാവും. പണ്ട് കാലത്ത് അരിനൊരിക്കുക അത് ഒരു ചടങ്ങ് മാത്രല്ല, അവരെ കാല് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. അപ്പൊ നിങ്ങളെല്ലാവരും പോയി കഴിഞ്ഞാൽ മുത്തച്ചടിക്കെല്ലാം പോയി കഴിഞ്ഞാല് പോയി കഴിഞ്ഞാൽ രണ്ടാളും കൂടി അനുഗ്രഹം വാങ്ങുക. അതുകൊണ്ട് തെറ്റൊന്നുമില്ല. മുതിർന്ന ആളെ അനുഗ്രഹം വാങ്ങുന്നതിനെ കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ സ്റ്റേജിൽ നമുക്ക് അപ്പൊ മനസ്സിൽ അവർക്കൊരു വിഷമം ഉണ്ടാവും ചിലപ്പോ മനസ്സിൽ. കാരണം മക്കളെ അനുകരിച്ച് അനുഗ്രഹം കൊടുത്തില്ലല്ലോ എന്ന് മനസ്സിൽ ചിലവർക്ക്. പക്ഷെ നമ്മളവിടുന്ന് അരിമരിക്കലിനെ വിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ സേതയുടെ കല്യാണത്തിന് ഞാനത് ഒരു 2-3 ആള് ചെയ്ത പാട് അരി ഞാൻ എടുത്തിങ്ങോട്ട് മാറ്റി. ഇല്ലെങ്കിൽ അരി ധരിച്ചും തലയിലിടുകയും വേണം. ഒരു 100 ആളൊക്കെ അരിയിൽ ധരിക്കുമ്പോ അത്രയും സമയം നമുക്ക് ഈ വീഡിയോ എടുക്കുന്നത് അരിധരിക്കുന്ന ഒരു സൈഡല്ലേ കിട്ടൂ. അപ്പൊ മൊത്തം എന്തായാലും നമുക്ക് കൂടുതൽ അതിന് കണക്കായി നമുക്ക് അരമണിക്കൂർ സമയം വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റി. 2 ഫാമിലിയിലായാലും നമുക്ക് നല്ല വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റി. അതൊരു പ്രത്യേകം പോയി കഴിഞ്ഞാല് അനുഗ്രഹം വാങ്ങുവാ. അത് ആദ്യം പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് സെറ്റാക്കിയിട്ടൊന്നുമില്ല. ആ സമയത്ത് 2 രാവിലെ പറഞ്ഞോണ്ടിരുന്നുണ്ട്. രാവിലെ അച്ഛ 10,000 ഉറുപ്പിക കൊടുത്തിട്ട് ആക്കിയത് രാവിലെ മുടി നമ്മളൊന്നും പണ്ടേ എത്രയോ ഞാനല്ല അരി ആ ആക്ടി കളിക്കുമല്ലാണ്ട് വിളക്കിങ്ങനെ തൊട്ടില്ല അരിയിടില്ല. കല്യാണം പറയാൻ പോയിട്ട് പാപ്പു രാഷ്ട്ര വരുന്ന ആൾക്കാരാ പാപ്പു സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പാപ്പുവിന്റെ അവരെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മൾ വിളിച്ച ആൾക്കാരെ സ്വീകരിക്കാൻ വേണ്ടിട്ട് കുറെ ആളെ പറ്റിയില്ല. ഞാനെന്നെ വിചാരിച്ച കല്യാണ റിസപ്ഷന് ഇവര് രണ്ടാളും 2 ഡയലോഗെല്ലാം അടിച്ചിട്ട് പിന്നെ ഞാനാകെ ഇതാന്നല്ലോ ഒരു വിളിച്ചതുകൊണ്ട് ഒന്നും പറയാനും പറ്റിയില്ല. ശരിക്കും ഇവര് രണ്ടാളും ഒരു ഭയങ്കര സ്ക്രിപ്റ്റ് എല്ലാം ആക്കൂ. മാമനെല്ലാം ഇടക്കിടക്ക് ആശംസകൾ നൽകാൻ വേണ്ടിട്ടോ ഞാൻ പറഞ്ഞു പക്ഷെ എന്നാലും നമ്മളെന്നാലും ഇവിടെ പിന്നെ പാട്ടിലൊന്നും പിന്നെ ശ്രദ്ധിക്കാനൊന്നും നേരം പിന്നെ പറ്റൂല. അവിടെ ശ്രദ്ധയെല്ലാം പല വാർത്തകളില്ല. അപ്പൊ അവിടെ ശ്രീജി ഉള്ളിൽ ക്ഷണിച്ചതല്ല, നാട്ടിലെല്ലാം ശ്രീജിയാണ്. പക്ഷെങ്കിൽ ശ്രീജിക്ക് ഈ പറഞ്ഞ മാതിരി പാട്ടിന്റെ എടുക്ക അങ്ങോട്ടും കൊടുത്ത് ഇങ്ങോട്ടും കൊടുത്ത് അതായിരിക്കും നേരം സെറ്റ് ആക്കിയാൽ മതി. ആയിരിക്കും കൊടുത്തിട്ട് അവരെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. നമ്മളെന്നാലും കൈകടത്താൻ പറ്റില്ല. നേരം അതൊരു പ്രശ്നം തോന്നിയ മാതിരി ഇപ്പൊ കല്യാണത്തിന്റെ ഈ നമ്മൾ ഈ ഇത് നടന്നത് സന്തോഷേട്ടന്റെ ഓഡിറ്റോറിയം പോലെ നല്ല ആള് നമുക്ക് പന്തലിട്ടാൻ വേണ്ടിയിട്ട് നല്ല സൗകര്യം. കാരണം ഏകദേശം 2000 ആളോളം നമുക്ക് റിസപ്ഷന് പങ്കെടുത്തിട്ടുണ്ട്. ഒരു 6 മണി മുതൽ 10 മണി വരെ. അപ്പൊ അവിടെ വേറെ ഒരു ബുദ്ധിമുട്ടൊന്നും സ്ഥല സൗകര്യത്തിന്റെ മുകളിൽ സന്തോഷത്തിന്റെ പറമ്പുള്ളതുകൊണ്ട് അങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് വീട്ടിൽ നടന്നുള്ളത്
മെയിനായിട്ട് വീട്ടില്ല. കാരണം ഈ പ്രദേശത്ത് അങ്ങനെ ഒരു സ്ഥലം ഉള്ള ഒരു ഇതില്ല. ഇത് കുറവാണ്. അവിടെ പാർക്കിംഗ് ഉണ്ട്. കല്യാണത്തിന് ഒരു ഗ്രൗണ്ട് ഉണ്ട്. കണ്ണൂരിലുള്ള ഒരാളെ സ്ഥലം അവരെ അനുവാദം വാങ്ങിയിട്ട് നമ്മൾ കടന്നു പൊളിച്ചിട്ട് വണ്ടി കയറ്റാനുള്ള സൗകര്യം ഉണ്ട്. കുഴപ്പമില്ല. അത് കെട്ടിക്കൊടുത്തി മെയിനായിട്ട് എല്ലാം കൊണ്ടും കർക്കിടക മാസത്തിലെ കല്യാണം എന്ന് പറയുമ്പോൾ എല്ലാവരും കോരിച്ചൊരിയുന്ന മഴയെന്നാണ്. കർക്കിടക മാസത്തിലെ കല്യാണം കോരിച്ചൊരിയുന്ന മഴ എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ കോരിച്ചൊരിയുന്ന മഴയുണ്ടായില്ല, നല്ല തണുപ്പുണ്ടായി. മക്കളാ മക്കളാ രണ്ടാണ്. അത് മാത്രല്ല ഇവിടെ നമ്മളെ ഫംഗ്ഷനിൽ പങ്കെടുപ്പിക്കുന്ന വരാനുള്ള ഒരു സാഹചര്യം പ്രകൃതി. എല്ലാം നല്ല കാറ്റും മഴ ആഗ്രഹിക്കും. കാറ്റും മഴ നമ്മള് 2000 ആളെ ഫുഡ് ആക്കി 1000 ആളെ ഉള്ളെങ്കിലും സ്ഥിതി ആലോചിച്ച് നോക്കിയിട്ട് ആള് കൂടിയാലും പ്രശ്നമാണ്. പക്ഷെ നമ്മള് കണക്ക് കൂട്ടിയിട്ടല്ല നമ്മളിങ്ങനെ ശ്രീജി നാട്ടിലെല്ലാം പറയുമ്പോ ആളെ എണ്ണം നമ്മളിങ്ങനെ കണക്ക് കൂട്ടി അങ്ങനെ കൂടുതൽ ആൾക്കാരെ പരിപാടിയാകുമ്പോ ലാസ്റ്റ് നമ്മള് ഇപ്പൊ നമുക്കെല്ലാം എത്രയോ കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് നോക്കുമ്പോ ഒന്നും ഭക്ഷണം കഴിക്കാൻ കഴിയാണ്ട് ആളെല്ലാം പോയി കലപ്പിട്ട് എന്തിനായി വേറെല്ലാം വരും അല്ലെ. പൊതുവെ നമുക്കെന്തോ ദൈവാനുഗ്രഹം നമ്മളെ ആൾക്കാരും നമ്മളോട് നല്ല ഇതില് നിൽക്കുന്നത് കൊണ്ട് നമ്മളെ അടിപൊളിയായി. കല്യാണ ദിവസം ഒന്നും വണ്ടി ഓടിച്ചിട്ടില്ലല്ലോ. ഭയങ്കര തിരക്കാന്ന്, എനിക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ അത് മാത്രല്ല എന്റെ വണ്ടി ബ്ലോക്ക് ചെയ്തിട്ട് വേറൊരു വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഞാൻ എടുക്കുക വണ്ടി? അപ്പം ഇവര് പറഞ്ഞു ഞാൻ ഒരുപാട് വണ്ടീനെ വിളിച്ചിട്ട് എല്ലാരും പറയുന്നത് എല്ലാരും ഈ കല്യാണത്തിന് വരണം അങ്ങനെയാണ് പറഞ്ഞത്. ഗോപേട്ടൻ ഞാൻ മാക്സിമം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചു. പിന്നെ ഒരു 8 മണിയായപ്പോ വീണ്ടും വിളിച്ചു. അയ്യോ രാഹുലിന്റെ റിസപ്ഷന് മിസ്സായി പോയല്ലോ സുദീപ, ഒന്ന് എങ്ങനെയെങ്കിലും വാ. ലാസ്റ്റ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. വിളിച്ചിട്ട് നീ ലീവാന്ന് പറഞ്ഞാ ഇത് ലീവാക്കണം. അത് കല്യാണത്തിന്, അത് പിന്നെ കല്യാണത്തിനല്ല അല്ല തലേന്നല്ല ലീവാക്കണമെന്ന്. ഞാൻ പിന്നെ 2-3 ദിവസം ലീവാണ്. അതെന്നാ ഓട്ടമാവാനോടുള്ള സ്നേഹം കൊണ്ട് വരില്ല. സ്ഥിരമായിട്ട് വിളിക്കുന്ന വോട്ടർ അവരെ തന്നെ ആയിരിക്കും വിളിക്കുന്നത്. അതുകൊണ്ടാന്ന് പറഞ്ഞത്. പിന്നെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ നീങ്ങണല്ലോ. അപ്പൊ അതങ്ങനെയായി. പുള്ളിയും ഗോപിയേട്ടൻ രാത്രി ഭക്ഷണം കഴിച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ സേഫ് ആയിട്ട് കൊണ്ടാക്കി. പിന്നെ നമ്മള് വേറെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ഗേൾസ് അല്ലേ, അപ്പൊ ഒരുങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ 8 ഗേൾസ്. അപ്പൊ ഒരുങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ നമ്മളെ വീട്ടില് അപ്പുറമുള്ള സിമിയേച്ചി ഹൈഷ് ബ്രൈഡൽ സ്റ്റുഡിയോ, ബ്യൂട്ടി പാർലർ ബ്രൈഡൽ സ്റ്റുഡിയോ എന്നാണ്. അപ്പൊ സിമിയേച്ചി ഉള്ളത് കൊണ്ട് നമ്മളെ ഹെയർ സ്റ്റൈലെല്ലാം കുറെ കല്യാണത്തിന്റെ എല്ലാരും മുടി നല്ല വൃത്തി കെട്ടി മുല്ലപ്പൂ എല്ലാം വെച്ച് സെറ്റ് ആക്കി തന്നത് സിമിയേച്ചി. രാവിലെ 4:30 ഗുഡ് മോർണിംഗ് നെക്സ്റ്റ് വീട്ടിൽ പ്രത്യേകിച്ച് രാവിലെ തന്നെ കുറച്ച് അടിയെല്ലാം ഉണ്ടായിരുന്നു. ഓരോ ടൈം കൊടുത്തിനി 5:30 കൊണ്ടുവിടുന്ന ഇങ്ങനെ ഞാൻ പറഞ്ഞ ഓരോ ആക്കും ഓരോ 4 മണിക്ക് 4:30 അങ്ങനെ. അപ്പൊ ഇത്രയാളുണ്ട് സേതേച്ചി താനും അടക്കം. അപ്പൊ ഫസ്റ്റ് താക്ക് കുഴപ്പമില്ല, ലേഖായാലും അയാൾക്ക് റെഡിയാവും. ഇനി സമയം മുമ്പോട്ട് 10 മണി വരെ ഇരുന്ന് ഇങ്ങനെ റെഡിയാവുന്ന വെച്ചാൽ റെഡിയായി വന്നിട്ട് ഇങ്ങനെയാണ്. അപ്പൊ മാളി ചെറിയിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഡ്രസ് സിനിയേച്ചി എണീച്ചോ നോക്കുന്നത്. ഞാനിപ്പോ അത് ശ്രേയും കൂടി മാളിച്ചിട്ട് എട്ടിച്ചിനെ എണീച്ച് പോയിക്കൂടാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ശുഭമായ കാര്യം കിട്ടിയ മോളെ പക്ഷെ ഫസ്റ്റ് പോയി സെക്കൻഡ് ഞാൻ പോയി. അങ്ങനെ പക്ഷെ ബാക്കിയുള്ള ദിവസമായാലും ഈ ടെമ്പിൾ ഷൂട്ടിന്റെ എല്ലാം ദിവസമായാലും നമ്മള് ഗേൾസ് അത്ര ആയിട്ടും കൂടെ നമ്മള് മാക്സിമം ആദ്യമായിട്ട് ഉടുക്കുന്ന സാരി. കാരണം ഈ പിള്ളേരെല്ലാം ഇത്രയാലും ഉള്ളു. അപ്പൊ സാരി ഉടുപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വന്ദനക്കെല്ലാം നമ്മളെന്ന് വെച്ചാൽ രണ്ടാമത് അപ്പുറത്തുനിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവരും. 7:30 സാരി എടുത്തപ്പോ നല്ല അമ്മച്ചി ഒത്ത സാരിയില്ല. ഞാൻ പിന്നെ കരയിലെ
ഞാൻ വരുന്നില്ല, ഞാൻ തലയിലെ പോലെ പാവടി ദിവസം ഇടാന്ന് പറഞ്ഞില്ല. ലാസ്റ്റ് അപ്പുറത്തെ ലസിതേച്ചി ഉണ്ട്. എന്നാൽ ലസിതേച്ചിന്റെ അടുത്ത് എന്തായാലും സാരി പോയി സാരി കിട്ടി ഒട്ടിട്ട് അതൊക്കെ ഒരു ഭാഗ്യാണ്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ വേഗം നേരത്തെ ആക്കാൻ നോക്കിനി. കാരണം സാരി എടുക്കൽ കുറച്ച് ടാസ്ക് ഉള്ള പണിയാണല്ലോ. എന്നാലും ഒരു ഇരുമൂന്നര കേറി നിൽക്കും ഇങ്ങനെ ഈ ഏജിയ സാരി ഉടുപ്പിച്ചു കൊടുത്തേ. സുപ്രിയന്റെ ഞാനും കൂടി ഉടുപ്പിച്ചു കൊടുത്തു. എല്ലാരും ആണ് സാരി. സിനിമയിലൊക്കെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയാൾക്ക് ഡ്രസ് ചെയ്ത് തരണം. അപ്പൊ ഓള് സാരി വാങ്ങാൻ വേണ്ടിട്ട് ഷോപ്പ് പോയി. നോക്കുമ്പോ സാരി വാങ്ങിക്കഴിഞ്ഞാല് അവിടെ സാരിയിൽ കൊടുക്കുമ്പോ കുറച്ച് ടൈം ആണല്ലോ. ഒന്നുള്ള ഡ്രസ്സെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാരി കൊടുക്കാൻ കഴിയില്ല. അവിടെ കല്യാണത്തിന് റിസപ്ഷനും ഞാനൊക്കെ സാരി ഉടുക്കാനാണ് ഇഷ്ടം. പക്ഷെ നിങ്ങളുടെ എല്ലാവരും റെഡി. പിന്നെ സാരി ഞാൻ മറ്റേ ചുരുട്ടിക്കുട്ടി വട്ടത്തിലാക്കി വരേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ചുരിദാറാ വാങ്ങിയെന്ന് പറഞ്ഞു. എല്ലാ പരിപാടി അടിപൊളിയായിട്ട് കഴിഞ്ഞു. അങ്ങനെ എന്തായാലും ഈ പരിപാടി എന്തായാലും കളർഫുൾ ആയി. അപ്പൊ എല്ലാവരും നമുക്ക് അറിയാത്ത കുറെ സ്കിൽസ് നമുക്ക് ലീഡർഷിപ്പ് നമ്മളെ തമ്മിൽ ഓരോ ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോ ഉള്ള ഇത് നമ്മൾ റീൽ എടുക്കുന്ന കൂടി ഇത്രക്ക് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയുണ്ട്. നമ്മളെ ടീം കൊണ്ട ശരിക്കും പൊതുവെ ഈ ഗേൾസ് കൂടുതൽ ഉണ്ടാവുമ്പോ കല്യാണത്തിന് ഗേൾസ് എല്ലാം മാറിയിരിക്കുന്ന അവര് മേക്കപ്പ് ചെയ്യുന്ന ഡ്രസ് അവരുടെ പൊതുവെ ഉള്ള ടോക്ക്. പക്ഷെ നമ്മൾ അങ്ങനെ ആവരുത്. നമുക്ക് റിസപ്ഷൻ എല്ലാവരും വരുമ്പോ ഒരു റൂമിൽ കയറി കൊറേ റെഡിയായി പറഞ്ഞു ഓളെ ഫ്രണ്ട്സ് വരുന്നത് പോയിട്ട് റെഡി ആയിട്ട് അവരുടെ വെറുതെ ഇരിക്കരുത്. അപ്പൊ ഓള് കുപ്പായി ഇട്ടിട്ട് ഒറ്റ പോയി. അപ്പൊ നമ്മളെല്ലാം എല്ലാരും അവരവരെ വർക്കുകൾ ചെയ്യും. അവർക്ക് പറ്റുന്ന പോലെ അവരെല്ലാത്തിനും കോർഡിനേഷൻ തന്നെ. പരിപാടി അടിപൊളിയായി കഴിഞ്ഞു. എന്തായാലും എന്നും കൊറേ റീല് വരാനുണ്ട്. പിന്നെ അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത് ഇപ്പൊ എന്തെങ്കിലും ഡെക്കറേഷൻ ലൈവ് സ്ട്രീമിങ് അങ്ങനെ എല്ലാം നമ്മളെ കൊണ്ട് തന്നെ പറ്റും എന്നുള്ള കാര്യങ്ങളാണ്. നമുക്കതൊരു പ്ലാനിങ്ങില് നമ്മളെ വീട്ടിലെ കല്യാണം ആയിട്ട് പോലും നമ്മൾ അത്യാവശ്യം നല്ല വൃത്തിക്ക് നമ്മളിങ്ങനെ സെറ്റ് ആക്കുമ്പോ നിങ്ങൾ ഈ കല്യാണം ചോദിച്ച് അതായത് നിങ്ങൾക്ക് നിങ്ങളെ പെമ്പിള്ളേർക്കാകുമ്പോ ഡ്രസ്സിന്റെ ഉണ്ടാവില്ലല്ലോ ഡാൻസ് എല്ലാം ഉണ്ട്. എന്നിട്ട് നിങ്ങളുടെ ഏട്ടന്റെ കല്യാണത്തിന് ഏട്ടന്റെ നമുക്ക് പരീക്ഷിക്കാം. വേറെ ആരെയും കൊണ്ടേ പരീക്ഷിച്ച് ചീറ്റി പോലെ മോശമാണ്. പക്ഷെ ചീറ്റിച്ചില്ല, സക്സസ് ആയി. അത് ടീം വർക്ക് ഉള്ളതുകൊണ്ട് അപ്പൊ എല്ലാരും അവരവരുടെ ഡ്യൂട്ടി നല്ല വൃത്തിയിൽ ചെയ്തു. പക്ഷെ എല്ലാരും ഉള്ളത് കൊണ്ട് എന്റെ പണി ശരിക്കും നല്ലോണം കുറഞ്ഞു. അതായത് നിങ്ങളെ കോർഡിനേഷൻ പിള്ളേഴ്സിന്റെ കോർഡിനേഷൻ ഉള്ളത് കൊണ്ട് ഇവിടുത്തെ ഡാൻസ് ഡെക്കറേഷൻ അതേപോലത്തെ പരിപാടി അതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്കി എല്ലാവരും വലിയ ആൾക്കാർ അച്ഛൻ പാപ്പു അമ്മ ഏന്റിമാർ ബാക്കി എല്ലാവരും ഉള്ളത് കൊണ്ട് ചേച്ചി അങ്ങനെ ഉള്ളത് കൊണ്ട് അവരുടെ പണികൾ അവരും ചെയ്തത് കൊണ്ട് ഞാൻ ഇവിടുന്ന് 24-ാം തീയതി വന്നത് മാത്രം. ബാക്കി നിങ്ങളെ കൂടെ നിന്നിട്ട് നിങ്ങളെല്ലാവരും ഹെൽപ്പ് ഉണ്ടാ ശരിക്കും പറഞ്ഞാൽ ഈ പരിപാടി എന്തായാലും അടിപൊളിയായത്. എന്റെ ഫ്രണ്ട്സും അല്ലെ കുറെ ആൾക്കാരും ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിപാടി കണ്ടിട്ട് തന്നെ സൂപ്പറാന്ന് എന്തായാലും പറഞ്ഞു. എന്നാ എല്ലാവർക്കും കൈയടിച്ചിട്ട്